ആ ഒരു പോക്കറ്റ് മണി കിട്ടി തുടങ്ങുന്ന കാലം തൊട്ടേ അതിനെങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പഠിപ്പിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ബെറ്റർ ആയിട്ടുള്ള ഫൈനാൻഷ്യലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയൊരു ജനറേഷൻ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. റീഡിങ്, റൈറ്റിംഗ്, അതുപോലെ ലേണിംഗ് എല്ലാം ഒരു ബേസിക് ഒരു ബേസിക് ഹ്യൂമണിന് ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റിച്ച് ഇൻ മണി അല്ല ശരിക്കും ഫൈനാൻഷ്യൽ ഫ്രീഡം. ഫിനാൻഷ്യൽ ഫ്രീഡം, ഫിനാൻഷ്യൽ ഇൻകം, അല്ലെങ്കിൽ പ്ലാനിങ്, ബഡ്ജറ്റിംഗ്, ഇതൊക്കെ കാശുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമായിട്ട് എല്ലാവർക്കും തോന്നുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. Hi Google. Hi Shibil. Okay, so Shibil is here, founder of Royal Academy. So Royal Academyയുടെ ഒരു കംപ്ലീറ്റ് ജേണി, ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് തൊട്ടുള്ള ജേണി, ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ, അതേപോലെ കറണ്ട് പേസ്, ഫ്യൂച്ചറിലേക്ക് എന്താണ് പ്ലാൻ ചെയ്യുന്നത്, ഇപ്പോൾ ഈ കാര്യങ്ങളെ പറ്റി ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ തരാൻ പറ്റും? Yeah, sure. റോയൽ അക്കാദമി ഫോർ ഫൈനാൻസ് സ്റ്റഡീസ് ആക്ച്വലി ഞാൻ തുടങ്ങുന്നത് എൻ്റെ ഒരു ഏർലി സ്റ്റേജിലാണ്. ഞാൻ ആദ്യത്തെ എൻ്റെ ബിസിനസ് ജേണിയിൽ ഒരു 7 years ജേണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഫസ്റ്റ് ബിസിനസ്സസ് എടുക്കുകയാണെങ്കിൽ അതിലൊന്നാണ് റോയൽ അക്കാദമി എന്ന് പറയുന്നത്. ഒരു അക്കാദമിയുടെ ഒരു സ്വഭാവത്തിലോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്വഭാവത്തിലോ തുടങ്ങിയതൊന്നും ഒരു സംഗതിയല്ല ശരിക്കും റോയൽ അക്കാദമി ഫോർ ഫൈനാൻസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. കാരണം ഞാനൊരു സ്കില്ല് പഠിച്ചു, എനിക്കൊരു ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്കില്ല് ഞാൻ പഠിച്ചു. ആ സ്കില്ലിനെ ഞാൻ മോണിറ്റൈസ് ചെയ്ത് അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്കില്ല് ഉപയോഗിച്ച് ഇതുപോലെ മോണിറ്റൈസേഷൻസ് ചെയ്യുന്ന ആളുകളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവുകയും അവരുമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന്, ഇൻട്രാക്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടൊരു സ്പേസ് നമുക്ക് ഫോം ചെയ്ത് വരികയും, വിച്ച് മീൻസ് നമ്മളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ തുടങ്ങുകയാണ്. ഒരു അഞ്ചോ 6 പേരടങ്ങുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളിങ്ങനെ ഇൻട്രാക്ഷൻസിൽ തുടങ്ങി. അത് കുറച്ചും കൂടി അങ്ങനെ ഒരു ഇൻട്രാക്ഷൻസും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു, കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നു മനസ്സിലായപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത്. അത് ആ ഒരു സമയത്തേക്ക് വന്നപ്പോഴേക്കും നമ്മൾ കുറച്ചും കൂടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിലോട്ട് കൂടുതൽ ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു പ്രൊഫൈലിലോട്ട് നമ്മൾ പ്ലേസ് ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കോണ്ടന്റ് ക്രിയേഷൻ ആക്ച്വലി ആക്റ്റീവ്ലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ യൂട്യൂബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിലും അതെ ആക്ച്വലി റോയലിൻ്റെ ആ ഒരു റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു ശരിക്കും ആക്റ്റീവ് കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള രീതിയിലേക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിരുന്നത് ഇൻസ്റ്റഗ്രാം ആയിരുന്നു, ഷോർട്ട് ഫോം കോണ്ടന്റ്സ് ആയിരുന്നു. അതിൽ നമ്മൾ ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിനെ കുറിച്ച് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക്, പ്രത്യേകിച്ച് ഞാൻ വരുന്ന തിരൂരിനാണ്, അവിടെ ഇതിനെക്കുറിച്ചൊന്നും അറിയുന്നതും പറയുന്നതുമായിട്ടുള്ള ആളുകളോ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതുമായിട്ടുള്ള ഒരു ക്രൗഡോ ആ ഭാഗത്തില്ലായിരുന്നു. സോ അവർ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് തോട്ട്. അതിനേക്കാട്ടിലുപരി എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ എനിക്കൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യാം, എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും ലേണിങ്ങിനുള്ളൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഒരു സോഷ്യൽ മോട്ടിവേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലെ സോഷ്യൽ മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യുക, ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉദ്ദേശം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ആദ്യത്തെ ഒരു മാസം കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയി, പിന്നീട് ചെറിയ ഗ്യാപ്പ് വന്നെങ്കിലും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊരു കോണ്ടന്റ് ക്രിയേഷനിൽ ഞാൻ വെരി സിമ്പിളായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ആ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഞാൻ ഇന്ന് പഠിച്ചത് ഇന്ന കാര്യമാണ്, സോ അത് ഇന്ന് ഞാൻ കോണ്ടന്റ് ആയിട്ട് ചെയ്യും, ഈ രീതിയിൽ കോണ്ടന്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ ഇനിഷ്യൽ സ്റ്റേജ് തൊട്ട് ഇങ്ങനെ പഠിച്ചു ഇപ്പം കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ താങ്കൾക്ക് അത് കുറച്ചുകൂടി ഷിബിലിന് കുറച്ചുകൂടി അത് യെസ് ഓഫ് കോഴ്സ്. കാരണം അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ക്യാമറയോ അല്ലെങ്കിൽ അതിൻ്റെ എക്യുപ്മെന്റ്സോ അത്തരത്തിലൊരു അഡ്വാൻറ്റേജസ് ഉണ്ടായിട്ടല്ല നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്യാം ആ കാര്യങ്ങൾ വരുമ്പോഴും അതെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അതിന് വേണ്ടി വന്നിട്ടില്ല. എൻ്റെ ഒരു പോക്കറ്റ് മണി വെച്ചിട്ടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇതേ ടോപ്പിക്കുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് അതിൽ ക്രിയേറ്റ് ചെയ്ത് വന്നു. അപ്പോൾ അവിടെ നമ്മളുടെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കുറച്ച് ആളുകളുണ്ട്. ആ കുറച്ച് ആളുകളിലോട്ട് ജോയിൻ ചെയ്യാൻ അവർ താല്പര്യം പ്രകടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പ് വലുതാവുന്നത്. അതിനൊരു പേരെന്ന രീതിയിൽ നമ്മൾ അന്നിട്ടിട്ടുള്ള പേരായിരുന്നു റോയൽ ട്രേഡേഴ്സ് എന്നുള്ളത്. സോ ആ റോയൽ ട്രേഡേഴ്സ് എന്നുള്ള പേരിൽ നമ്മൾ കൊണ്ടുവന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ്, പിന്നീട് അത് ഒന്നും കൂടെ നമ്മൾ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം, ഒരുമിച്ചിരുന്ന് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഡിസ്കസ് ചെയ്യാം, നമുക്ക് വീക്ക്ലി വൺസ് ഒക്കെ ഒരു ദിവസം മീറ്റിംഗ് ഒക്കെ ഇടാം, ഗൂഗിൾ മീറ്റ് ഇടാം എന്നൊക്കെ ഒരു ഡിസ്കഷൻസ് ഒക്കെ വന്നപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഡിസ്കോഡ് പോലത്തെ പ്ലാറ്റ്ഫോംസ് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം എന്ന രീതിയിൽ ഒരു ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിലോട്ട് അത് മാറുന്നു. അപ്പോൾ കുറച്ചും കൂടി ഇതിനെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളൊരു ലെവലിലോട്ട് പഠിച്ചെത്തി. നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നീട് പുതിയ ജോയിനിങ്സ് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊരുപാട് പിന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണം, കൂടുതൽ കോൺഫിഡൻസിനെ കുറിച്ച് കിട്ടണം, റിസോഴ്സസ് കിട്ടണം എന്നുള്ളൊരു സിനാരിയോ വന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ട്രസ്റ്റ് ഫേസ് അവിടെ ഉണ്ട്, നമ്മളെടുത്ത് അവർക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. നമ്മളുടെ ഒരു മോഡ് ഓഫ് കമ്മ്യൂണിറ്റിയുടെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ അവർക്ക് അത്രയും ഫീസിബിൾ ആയിട്ടുള്ള രീതിയിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ വാട്സപ്പിൻ്റെ കാര്യം ഇപ്പോൾ ഇപ്പോൾ ആ ഒരു ടൈമിൽ ഒരു
3 ഇയേഴ്സിൻ്റെ ബേസിൽ ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരു മെമ്പേഴ്സിൻ്റെ ഒരു കൗണ്ട് എത്ര ഉണ്ടായിരുന്നു? ആക്ച്വലി നമ്മളന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു 5 6 പേരിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ആക്റ്റീവായി തുടങ്ങിയപ്പോൾ അതൊരു 100+ ആയി. ഫസ്റ്റ് മൈൽ സ്റ്റോൺ ഈസ് ലൈക്ക് 100+ ആയപ്പോൾ തന്നെ നമ്മൾ ആക്ച്വലി ഇത് നമ്മൾ ഉദ്ദേശിച്ചതിന് പുറത്തോട്ട് ഗ്രോത്ത് ആയി വരുന്നു എന്നുള്ളത് നമുക്ക് റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റി. ഒരു 200 മെമ്പേഴ്സൊക്കെ ആയി നിൽക്കുന്ന സമയത്താണ് ഇതിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകൾ റിക്വയർമെൻറ്റ്സ് ആയിട്ട് ആസ്ക് ചെയ്യുന്നത്. ലൈക്ക് ഇതിൻ്റെ ഒരു കോഴ്സോ അല്ലെങ്കിൽ ഒരു മെൻറ്റർഷിപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ അത്തരത്തിലുള്ള ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻസ് എന്തെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് വൺ ഓഫ് ദ മെൻറ്റർ, എൻ്റെ ഒരു മെൻറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സൺ എൻ്റെ അടുത്ത് മെൻഷൻ ചെയ്യേണ്ടായി. ലൈക്ക് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അഗെയിൻസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, അഗെയിൻസ്റ്റ് ഒരു വാല്യൂ നമ്മൾ റിസീവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനൊരിക്കലും വാല്യൂ ഉണ്ടാവില്ല എന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് അതുകൊണ്ട് ബെനിഫിറ്റ്സ് ഉണ്ടാവില്ല എന്നുള്ള, അവരതിൽ എഫേർട്ട് ഇടില്ല എന്നുള്ള രീതിയിൽ ഒരു കാര്യം മെൻഷൻ ചെയ്യണ്ടായി. നമ്മൾ ഫ്രീ ആയിട്ടാണ് റിസോഴ്സസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഫ്രീ ആയിട്ടാണ് ഈ ലേണിങ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അത് അവർക്ക് ഒരിക്കലും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ, അവർ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ അതെ വാല്യൂ ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോഴ്സ് പോലെ അല്ലെങ്കിൽ ഒരു മെൻറ്റർഷിപ്പ് പോലെ പ്രൊവൈഡ് ചെയ്ത് നോക്കാം എന്ന രീതിയിൽ വെരി ക്വിക്ക്ലി ഞാനൊരു എനിക്ക് തോന്നുന്നൊരു ഓഗസ്റ്റ് മാസത്തിൽ, ഒരു ജൂലൈ അവസാനത്തിലാണ് August 1 എന്നുള്ള ഡേറ്റ് ഇട്ടുകൊണ്ട് ഒരു ബാച്ച് ഓപ്പണിംഗ് എന്നുള്ള രീതിയിലേക്ക് അന്ന് ഞാൻ അവിടെ ഒരു ചെറിയ സ്ഥാപനം നടത്തുന്നുണ്ടായിരുന്നു വൈലത്തൂത്തിരിയിട്ട്. ചെറിയൊരു പ്രിൻറ്റിങ്ങും ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ഷോപ്പ്. അപ്പോൾ അവിടെ ഒരു TV സ്ക്രീനും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ 5 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. 5 പേര് അവിടെ ഓഫ്ലൈനായിട്ടും ഒരു 5 പേര് ഓൺലൈനായിട്ടും ആദ്യത്തെ ഒരു 10 സ്റ്റുഡൻസ് എൻറോൾ ചെയ്തിട്ടാണ്. സ്റ്റുഡൻസ് എന്നുള്ളതിനെക്കാട്ടിലും ലേണേഴ്സാണ് നമ്മളെ കൂടെ പഠിക്കുക എന്നുള്ളൊരു മോഡൽ വന്നിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് നമ്മളെ കൂടെ ജോയിൻ ചെയ്യണ്ടായി. അങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് ശരിക്കും നമ്മളിതിൻ്റെ ഒരു മോണിറ്റൈസേഷൻ സൈഡിലോട്ട് ശരിക്കും നമ്മൾ വരുന്നത്. ഇതിൻ്റെ ഒരു ബിസിനസ്സായിട്ട് നമ്മൾ ആക്ച്വലി ട്രീറ്റ് ചെയ്യുന്നത്. അതുവരെ നമ്മളിതൊരു സപ്പോർട്ടിങ് കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതിൽ പിന്നെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മൾ കാണുകയാണ്. സോ ഫസ്റ്റ് കമ്മ്യൂണിറ്റി, ഫസ്റ്റ് ഓഡിയൻസ്, ദെൻ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലായിരുന്നു നമ്മളുടെ ഫസ്റ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം 0 ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഞാൻ റോയൽ അക്കാദമി, അതുകൊണ്ട് തന്നെ ബൂട്ട് സ്ട്രാപ്ഡ് ആയിട്ടാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. ആൻഡ് അവിടെ ഫസ്റ്റ് ഫേസിൽ ഇവർ ജോയിൻ ചെയ്യുന്നു. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങളുടെ കൂടെ പഠിച്ച് നിങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പേ ചെയ്യുക. അതായിരുന്നു ഞാൻ അവരുടെ അടുത്ത് വെച്ചൊരു കാര്യം എന്ന് പറയുന്നത്. അതേ ഫേസിലാണ് നമ്മൾ പിന്നീട് കണ്ടിന്യൂ ചെയ്ത് വന്നതും. സോ അങ്ങനെ ചോദ്യത്തിലോട്ട് വരികയാണെങ്കിൽ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അറൗണ്ട് 1000+ ലേണേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ഈ പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പ് കൊണ്ടും ഡിസ്കോഡ് കൊണ്ടും മാത്രം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അതായിരുന്നു നമ്മളുടെ റോയൽ അക്കാദമിയുടെ ഒരു ക്ലിയർ ഫേസ് എന്ന് പറയുന്നത്. ആൻഡ് കുറച്ചും കൂടി ക്രിസ്പായിട്ട് നമ്മൾ ഡെലിവർ ചെയ്തിരുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ബേസിക്കലി കോഴ്സസ് അല്ലെങ്കിൽ കാര്യങ്ങളെന്ന് പറയുന്നത് ലൈവ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റി എന്നുള്ളതായിരുന്നു. അതായത് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് ആയാലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയാലും അതുപോലെ തന്നെ സ്റ്റോക്സ് ആണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിലായിട്ടും ഞാൻ പേഴ്സണലി ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലൈവായിട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും ഞാനത് കാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ അവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതിൽ ഓരോരുത്തരും സ്ക്രീൻ ഷെയർ ചെയ്യും, അവരുടെ ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യും, ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ ഡിസിഷൻസിൽ ഓരോ അഭിപ്രായങ്ങളുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ലേണിംഗ് ഉണ്ടാവും. അങ്ങനെ തന്നെ അത് പഠിക്കണമായിരുന്നു. പ്യൂർ പ്രാക്ടിക്കൽ ലേണിംഗ് എന്നുള്ള രീതിയിലായിരുന്നു പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും ബിസി ആയി തുടങ്ങി. പിന്നെ ഞാനും പേഴ്സണലി ബിസിനസ്സിലോട്ട് മൂവ് ചെയ്തു, നമ്മൾ ടീമിനെ ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോൾ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈവ് കൊടുക്കുക എന്ന് പറയുന്നതിന് എക്സിസ്റ്റൻസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നു. അത് മാത്രമല്ല മാർക്കറ്റിൽ ഒരുപാട് ആളുകൾ ലൈവ് കൊടുക്കാൻ തുടങ്ങി. കാരണം അന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. ദാറ്റ് ഈസ് വൺ ഓഫ് ദി USP. സോ അങ്ങനെ ഒരു USP ഇപ്പോൾ മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ലൈവ് കൊടുക്കുന്നുണ്ട്. സോ ആളുകളെ സംബന്ധിച്ചിടത്തോളം ലൈവ് കിട്ടാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ലൈവ് കൊടുക്കുന്ന ഒരു സിനാരിയോയിലേക്ക് പോകണ്ട. പക്ഷേ ലൈവ് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളിങ്ങനെ കോഴ്സായിട്ട് ഒരു ട്രേഡിംഗ് കോഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിൽ കാര്യം ഉണ്ടാവില്ല എന്നുള്ളതുമാണ് നമ്മളതിൽ മനസ്സിലാക്കിയത്. സോ ഞാൻ ആ രീതിയിൽക്കോട്ട് അത് ഹോൾഡ് ചെയ്തു. ആൻഡ് നിലവിലുള്ള കമ്മ്യൂണിറ്റി അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്ത് റൺ ചെയ്ത് വന്നു. അവർ സ്ഥിരമായിട്ട് ട്രേഡിംഗ് ഡിസ്കഷൻസ് ഡിസ്കസ് ചെയ്യാറുണ്ട്, അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ഡിസ്കസ് ചെയ്യാറുണ്ട്. അവിടെ നമ്മൾ കുറച്ചും കൂടി ഗ്രോപ്പായി വന്ന സമയത്ത് ട്രേഡിംഗ് എന്നുള്ളൊരു നീഷിൽ നിന്ന് കുറച്ചും കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് ഫോക്കസ്ഡ് ആയിട്ട് മാറി. കമ്മ്യൂണിറ്റിയുടെ കാര്യം വരികയാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി സീരിയസ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്നുള്ള രീതിയിൽ. അതായത് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് സിനിമ വെച്ച് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കുറച്ച് എന്താ പറയുക, ലൈക്ക് റിസ്കി ആണ് അല്ലെങ്കിൽ ആക്ച്വലി ട്രേഡിങ്ങിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആളുകൾ ആ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഈസി ടു എൻട്രി ആണ്, ഈസി ടു ഡു ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള പ്രോസസ്സ് ആണെന്നുള്ളൊരു ഹാസിൽ ഫ്രീ ആയിട്ടാണ് അവരിതിനെ എൻട്രി ചെയ്യുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് അവർ ഇതിൻ്റെ സീരിയസ്നെസ്സിൽ എന്ത് ചെയ്യുന്നില്ല, അതിനെ നോക്കി കാണുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടി എന്നുള്ള രീതിയിലേക്കാണ് ട്രേഡിങ്ങിന് ആളുകൾ കാണുന്നത്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ബാക്ക് ഫയർ ചെയ്യും, ലോസസ് ഉണ്ടാക്കും. അപ്പോൾ അവർ പ്രോബബ്ലി അവർ അതിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റോ പൊസിഷൻ സൈസിങ്ങോ അതല്ലെങ്കിൽ ക്യാപിറ്റൽ മാനേജ്മെൻറ്റോ ഒന്നും കൺസേൺഡ് ആയിരിക്കില്ല. ഈവൻ അവരുടെ പേഴ്സണൽ ഫൈനാൻസ് പോലും അവർ കെയർ ചെയ്യുന്നുണ്ടാവില്ല. അതൊന്നും ചെയ്യാണ്ടായിരിക്കും അവർ ഇതിലോട്ട് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കോംപ്ലിക്കേറ്റഡ് ആവും, നെഗറ്റീവായിരിക്കും സ്പ്രെഡ് ആവുക. അതുകൊണ്ട് തന്നെയാണ് സ്റ്റിൽ മാർക്കറ്റിൽ, സ്റ്റിൽ ഇൻഡസ്ട്രീസിലാണെങ്കിലും സ്റ്റിൽ നമ്മുടെ
കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിലാണെങ്കിലും അതിനൊരു ഗ്രേ ആൻഡ് ഷെയ്ഡി സിനാരിയോയിൽ ആളുകൾ നോക്കി കാണുന്നത്. സോ അവിടെ നിന്ന് കുറച്ചും കൂടി ഒരു മെച്യൂർഡ് ആയിട്ടുള്ള രീതിയിൽ അതിനെ കാണുന്ന ആളുകളാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ലൈക്ക് ഇൻവെസ്റ്റേഴ്സിലോട്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടി സീരിയസ് ഇൻവെസ്റ്റേഴ്സ്, ലൈക്ക് ഒരു കമ്പനീനെ കുറിച്ച് പഠിച്ച് ആ കമ്പനീൻ്റെ പ്രൊജക്റ്റുകളെ കുറിച്ച് പഠിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ഫണ്ടമെൻ്റൽ സൈഡിൽ അങ്ങനെ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. ടെക്നിക്കൽ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ പെർട്ടിക്കുലർ മെത്തേഡ്സും കാര്യങ്ങളും നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിൻ്റെ ഒരു ലൈക്ക് വേരിയബിൾസും കാര്യങ്ങളും നോക്കിക്കൊണ്ട് ടെക്നിക്കൽ സൈഡിലുള്ള നമ്മൾ ടൂൾസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാനും അതുപോലെ തന്നെ എക്സിറ്റ് ചെയ്യാനുള്ള ഡിസിഷൻസ് എടുക്കാനും, ലൈക്ക് ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തു സിറ്റ് ബാക്ക് ചെയ്യുക എന്നുള്ളതല്ല, ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. ക്ലോസ്ലി മോണിറ്റർ ചെയ്തിട്ട് ആ കമ്പനീൻ്റെ ഓരോ പെർഫോമൻസ് മെട്രിക്സിലും നമുക്ക് നമ്മളുടെ ഗെയിൻസ് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ, ഒരു സ്റ്റഡി ഫ്ലോ ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു അനദർ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഇൻക്ലൂഡിങ് കോമ്പൗണ്ടിങ് അതിനെ ബെനിഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോഡലാണ് നമ്മൾ കുറച്ചും കൂടി പിന്നീട് ഫോക്കസ് ചെയ്ത് പറ്റുന്നുണ്ടായിരുന്നു. ആൻഡ് അതായിരുന്നു ശരിക്കും റോയൽ അക്കാദമീൻ്റെ ഒരു ജേർണി പറയുകയാണെങ്കിൽ ലാസ്റ്റ് 4 years ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിലും. ഇപ്പം ഞാൻ റാക്കിനെ റെപ്രസെൻറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് റാക്കിലെ വൺ ഓഫ് ദ വലിയ രീതിയിൽ റവന്യൂ ജനറേഷൻ നടത്തിയിട്ടുള്ള ഒരു ഫോമാണ്. നമുക്ക് തിരൂരും കൊച്ചിയിലും റൂട്ട്സ് ഉണ്ട്. ആൻഡ് ഓൾ കേരള ബേസിൽ നമുക്ക് അലോങ് എല്ലാ ഡിസ്ട്രിക്ട്സിലും നമുക്ക് ലേണേഴ്സ് ഉണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ സൗത്ത് ഇന്ത്യ ലെവലിൽ നമുക്ക് ഓൾറെഡി ലേണേഴ്സ് ഉണ്ട്. ആൻഡ് GCC കൺട്രീസിൽ ഒരുപാട് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട്. സോ അതൊരു വലിയൊരു നെറ്റ്വർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരുപാട് ലേണേഴ്സിൻ്റെ, ഒരുപാട് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് ലേണേഴ്സിൻ്റെ ഒരു നെറ്റ്വർക്ക് ആൻഡ് കമ്മ്യൂണിറ്റി, അത് നമ്മളെ ഏറ്റവും വലിയ അസെറ്റായിട്ട് നമുക്ക് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് നമുക്ക് പിന്നീടുള്ള ബിസിനസ്സുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രചോദനം തന്നിട്ടുള്ളതും. അതാണ് റോയൽ അക്കാദമീൻ്റെ ഒരു ഏറ്റവും ഹെർട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഇപ്പോൾ റോയൽ അക്കാദമിയിലോട്ട് നോക്കുന്ന സമയത്ത് സ്റ്റിൽ നമ്മളുടെ മോട്ടോ എന്ന് പറയുന്നത് അന്നും ഇന്നും എന്നും ലേൺ ടുഗദർ, ഏൺ ടുഗദർ, ഗ്രോ ടുഗദർ എന്നുള്ളതാണ്. ആ ഒരു പ്ലേസ്മെൻറ്റിലോട്ട് നോക്കുന്ന സമയത്ത് ലേണിങ്ങിന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഏണിങ്ങിനും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്നതും ഉപയോഗിച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം, ക്യാഷ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റണം. ഏൺ ചെയ്യുന്ന ക്യാഷ് പ്രോപ്പറായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റണം, റൈറ്റ്? സോ ഈ മാനേജ്മെൻറ്റ് സൈഡിലോട്ട് വരുന്ന സമയത്ത് സീരിയസ്ലി ആളുകൾ ലാക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സംഗതി നമ്മൾ മാർക്കറ്റിൽ കാണുന്നുണ്ട്. കൺസിസ്റ്റൻസിയും ഇല്ല. അതെ, ഓഫ് കോഴ്സ്. അപ്പോൾ അവിടെ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ നേരത്തെ മുന്നേ ആണെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗൂഗിളും മെൻഷൻ ചെയ്യേണ്ടായി, ലൈക്ക് ഒരു മനുഷ്യൻ്റെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സ്കില്ലാണ് മണി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ലൈക്ക് നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് പഠിക്കുന്നു, നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പഠിക്കുന്നു, ലാംഗ്വേജസ് നമ്മൾ പഠിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ട ഒരു സംഗതിയാണ് മണി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ശരി, നമ്മളുടെ ഫാമിലീസിലാണെങ്കിലും നമ്മളുടെ ചെറുപ്പത്തിലെ കുട്ടികളെ മുതൽ നമ്മൾ എന്നത് വളർത്തിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയാൻ ഇവിടുത്തെ ഒരു കേരളത്തിൻ്റെ ഒരു ബേസിക് സൗത്ത് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞിലോട്ടേ പറയുന്ന കേസ് കാശ് ഭയങ്കര എന്തോ തെറ്റായിട്ടുള്ള അതൊരു ഫിയർ ഫാക്ടർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് നമ്മളെ കയ്യിൽ അത് വന്നു കഴിഞ്ഞാൽ നമ്മളെന്തോ തെറ്റിലായി പോകും എന്നുള്ളൊരു കോൺസെപ്റ്റ്. ലൈക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊക്കെ നമ്മളുടെ ഒരു പോക്കറ്റ് മണി കിട്ടി തുടങ്ങുന്ന ഒരു സ്റ്റേജസ് ഉണ്ട്. ആ ഒരു പോക്കറ്റ് മണി കിട്ടി തുടങ്ങുന്ന കാലം തൊട്ടേ അതിനെങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പഠിപ്പിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ബെറ്റർ ആയിട്ടുള്ള ഫൈനാൻഷ്യലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയൊരു ജനറേഷൻ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. ഇനിയും നമ്മൾ വൈകിട്ടില്ല, ഇനിയും നമ്മൾ അങ്ങനെ ഒരു ജനറേഷനെ ബിൽഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്ന് അതിൻ്റെ നിർബന്ധിതാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ളതാണ്. സോ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ റോയൽ അക്കാദമീൻ്റെ അടുത്ത പുതിയ ഫേസിലോട്ട്, അത് മാത്രമല്ല അതിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ മോഡൽസിൻ്റെ എഡ്യൂക്കേഷണൽ ഇപ്പോൾ ഇൻഡസ്ട്രീസിലോട്ട് നോക്കുന്ന സമയത്ത്, ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് എഡ്യൂക്കേഷൻ മോഡൽസ് ഒരുപാട് മാറിയിട്ടുണ്ട്. ലൈക്ക് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ഒരുപാട് മാറിയിട്ടുണ്ട്. നോർമലി ഒരു ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിരുന്ന് പഠിക്കുന്നതിൽ നിന്ന് മാറി കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ട് ആളുകൾക്ക് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ റെക്കോർഡഡ് ആയിട്ട് അവർക്ക് കഴിയുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കോഴ്സസ് ആപ്പുകൾ ത്രൂ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ ത്രൂ അവൈലബിൾ ആവുക എന്നുള്ളതും, അതിന് പാരലലി അതിൻ്റെ കൂടെ അവർക്ക് ഓൺലൈൻ ആയിട്ടുള്ള ഡൗട്ട് ഡിസ്കഷൻസും ഇത്തരത്തിൽ കമ്മ്യൂണിറ്റിയിൽ ഡിസ്കഷൻസും വെബിനാറുകളും അത്തരത്തിൽ കാര്യങ്ങൾ പഠിക്കാനുള്ള മോട്ടീവ് ആളുകൾക്കുണ്ട്. ആൻഡ് മേ ബി വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ ക്വാർട്ടർ ഇൻ എ മന്ത് ഒരു ഓഫ്ലൈൻ മീറ്റപ്പോ ഒരു ഗ്യാതറിങ്ങോ അവിടെ കുറച്ചും കൂടി പറഞ്ഞ പോലെ പാനൽ ഡിസ്കഷൻസും ഗസ്റ്റ് സെഷൻസും ഫാക്കൽറ്റി സെഷൻസും അത്തരത്തിലൊരു ലേണിംഗ് കർവ് ഇവിടെ മാറിയിട്ടുണ്ട്. ഒരു ഹൈബ്രിഡ് ലേണിംഗ് മെത്തേഡിലോട്ട് മാറിയിട്ടുണ്ട് ആളുകൾ. സോ അങ്ങനെ ഒരു സ്പേസ് അവിടെ നമുക്കുണ്ട്. അങ്ങനെ ആളുകളിലോട്ട് നമുക്ക് ഈ റിസോഴ്സസ് എത്തിക്കാനും ഈ ലേണിങ്സ് എത്തിക്കാനും അതിലൂടെ ആളുകളെ എംപവർ ചെയ്യാനും അവർ ഏൺ ചെയ്യുന്ന ക്യാപിറ്റൽ അല്ലെങ്കിൽ ഏൺ ചെയ്യുന്ന മണീനെ ഏൺ ചെയ്യാക്കുക എന്നുള്ളതിനെക്കാട്ടിലും ഏൺ ചെയ്യുന്ന ക്യാപിറ്റലിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു എഡ്യൂക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അത് നമുക്ക് ഇന്ന ആളുകളൊന്നുമില്ല, ലൈക്ക് ചെറിയവർ വലിയവർ അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസ് ബിസിനസ് ഓണേഴ്സ് വട്ടെവർ ഏതൊരാൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് നേരത്തെ മെൻഷൻ ചെയ്യേണ്ടത്. ലൈക്ക് ഏതൊരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ഫിനാൻഷ്യലി എംപവർ ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് അവർക്ക് എത്തണം എന്നുണ്ടെങ്കിൽ, അതിന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിൽ അവർ പോകണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാനേജ്മെൻറ്റ് സ്കിൽസ് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. ലൈക്ക് റൈറ്റിംഗ്, റീഡിങ്, ലേണിംഗ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ
ഓഫ് കോഴ്സ് ഇപ്പോൾ നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ സി വിസിലൊക്കെ നമ്മളുടെ ഓരോ സ്കിൽസ് ആഡ് ചെയ്യാറുണ്ട്. ശരിക്കും അതിൽ ഞാൻ എപ്പോഴും സി വിസ് മോണിറ്റർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊക്കെ മൾട്ടിപ്പിൾ കമ്പനീസിലോട്ട് ഹയറിങ്സ് നടക്കുന്ന സമയത്ത് പല പാർട്ടിലും നമ്മൾ ഇതിൻ്റെ ഭാഗമാവാറുണ്ട്, ഹയറിംഗ് പ്രോസസ്സുകളുടെ. അപ്പോൾ ഈ ഹയറിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമാവുന്ന സമയത്ത് ഞാൻ സീരിയസ്ലി നോക്കുന്ന കാര്യമാണ് ലൈക്ക് ഇവരാരും എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ മണി മാനേജ്മെൻറ്റ് ഒരു സ്കില്ലായിട്ട് എഫക്ട് ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം അവിടെ ശരിക്കും നമ്മളുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് അവിടെ വെക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു സീരിയസ് മണി മാനേജ്മെൻറ്റ് സ്കില്ലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടും ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ ഫിനാൻസസ് മാനേജ് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് നമ്മളുടെ ഫിനാൻസസിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും. സോ നമ്മൾ ഒരിക്കലും ഒരു ലേസി ആയിട്ടുള്ള എംപ്ലോയി ആയിരിക്കില്ല. അവിടെ നമ്മൾ കൂടുതൽ പെർഫോം ചെയ്യാൻ നോക്കും. അവിടെ കൂടുതൽ നമ്മൾ ഒരു 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 കൺസിസ്റ്റൻസി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും, ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും ഈ ഒരു മണി മാനേജ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത്. സോ ആ ഒരു മോഡാണ് ശരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വൺസ് അഗെയിൻ പറയുന്നത് റോയൽ അക്കാദമി ഫോർ ഫൈനാൻസ് സ്റ്റഡീസ് എന്നുള്ള പ്ലേസ്മെൻറ്റ് നമ്മളിവിടെ വെക്കുമ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ പുതിയ ഒരു വേർഷനിലോട്ട് മാറുമ്പോൾ, പുതിയൊരു വേർഷനിലോട്ട് ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ക്ലിയർ ആയിട്ടുള്ള മോട്ടോ എന്ന് പറയുന്നത്, നമ്മൾ എന്താണ് ഇതിനോട്ടുള്ള നമ്മുടെ വിഷൻ എന്ന് പറയുന്നത്, ഇത്തരത്തിൽ എവറി ഇൻഡിവിജ്വലിൻ്റെ മണി മാനേജ്മെൻറ്റ് സ്കില്ലിനെ എംപവർ ചെയ്ത് കൊണ്ടുവന്നിട്ട് അത്തരത്തിലുള്ളൊരു ജനറേഷൻ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയാണ്. നിലവിലുള്ള ജനറേഷൻ അത് എഡ്യൂക്കേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതും അത്തരത്തിലുള്ള ലേണേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി, വൈഡറായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി, വേൾഡ് വൈഡറായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി, ബിഗ് കമ്മ്യൂണിറ്റീനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതിലോട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ, എന്തെല്ലാം കോൺട്രിബ്യൂഷൻസ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ, എന്തെല്ലാം റിസോഴ്സസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ, ഏതൊക്കെ മെൻറ്റേഴ്സ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ, അതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ രീതിയിലുള്ള ഒരു ലേണേഴ്സ് കമ്മ്യൂണിറ്റി കൊണ്ടുവരിക, അവിടെ പ്രോപ്പറായിട്ടുള്ള മണി മാനേജ്മെൻറ്റ് ഉള്ള ആളുകളെ ബിൽഡ് ചെയ്തെടുക്കുക, അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ക്ലിയർ മോട്ടോ എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ടാണെന്നുണ്ടെങ്കിലും റോയൽ അക്കാദമി ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അവിടെയാണ് ഗൂഗിളിൻ്റെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വരുന്നത്. സോ ഗൂഗിളിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് വരുന്നത് ആക്ച്വലി റോയൽ അക്കാദമിൻ്റെ ഒരു കോർ ടീമിലോട്ടാണ്. ലൈക്ക് ഇനി അതിനെ ലീഡ് ചെയ്യാനുള്ളൊരു പൊസിഷനിലോട്ടാണ്. അവിടെ ഞാൻ പേഴ്സണലി ഗൂഗിളിനെ കുറിച്ച് ഇതിൽ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനും ഗൂഗിളും തമ്മിൽ കണക്ട് ആവുന്നത് ബേസിക്കലി നമ്മളുടെ വൺ ഓഫ് ദ അനദർ ഫേം, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള അനദർ ഫേമിൻ്റെ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും നമുക്ക് അവിടെ കുറച്ചും കൂടി നമ്മൾ സിങ്കായി വന്ന സമയത്താണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം റോയൽ അക്കാദമിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേസ് അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ബ്രാൻഡിൻ്റെ ബേസിസിലായിരുന്നു അതിൻ്റെ സ്റ്റാർട്ടിങ്ങും അതിൻ്റെ ജേർണി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഞാൻ സെറ്റ് ബാക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ റീപ്ലേസ്മെൻറ്റ് എന്നുള്ളത് ഒരിക്കലും എനിക്ക് ഫീസിബിൾ ആയിട്ടുള്ള വേയിൽ, ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള വേയിൽ പോസിബിൾ ആയിരുന്നില്ല. സോ അവിടെ റീപ്ലേസ്മെൻറ്റ് എന്നുള്ളതിനെക്കാട്ടിലും അപ്പുറത്തോട്ട് ഒരു ടീം എന്നുള്ള രീതിയിൽ ഞാനൊരു ഫോം ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ലാസ്റ്റ് ഫ്യൂ മന്ത്സിൽ നമ്മളത് ഹോൾഡ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഗൂഗിളിനെ നമ്മൾ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളതും ഇപ്പോൾ ഗൂഗിളിനെ നമ്മൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ. സോ ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം ഗൂഗിളിനും ഇതേ വിഷനിലോട്ട് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് എന്നുള്ളത് കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലോറിലോട്ട് ഗൂഗിളിനെ പ്ലേസ് ചെയ്യുന്നത്. സോ ഗൂഗിളിൻ്റെ ഒരു ഐഡിയാസ് ഉണ്ടാകും, ലൈക്ക് ഈ ഒരു നമ്മളുടെ എല്ലാവരുടെയും വിഷൻ ഒന്നായതുകൊണ്ടാണ് നമുക്കിങ്ങനെ കണക്ട് ആവാൻ പറ്റുന്നത്. ലൈക്ക് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളുടെ ഇൻറ്റൻഷൻ പ്യുവർ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിലോട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് പറ്റുന്ന ആളുകൾ നമ്മൾ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. അത്തരത്തിലാണ് ഗൂഗിൾ നമ്മളുടെ ടീമിലോട്ട് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. സോ ഇനി റോയൽ അക്കാദമിയുടെ കാര്യങ്ങളിലും റോയൽ അക്കാദമിയുടെ വിഷനിലോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒരു കംപ്ലീറ്റ് ടീം വർക്കാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. സോ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി ഗൂഗിളിൻ്റെ സൈഡിൽ നിന്നും കേൾക്കാം. ഓക്കെ, എൻ്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ ലൈക്ക് എൻ്റെ ഒരു കരിയറിൻ്റെ നല്ലൊരു ഭാഗം തന്നെ ഞാൻ ഫിനാൻസ് ബേസ്ഡ് ആയിട്ടുള്ള വർക്ക്സിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫിനാൻസ് ചെയ്ത് വർക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായ കേസ് കൺസിസ്റ്റൻസി എന്നുള്ള കോൺസെപ്റ്റ് ഇവിടെ പലരും കാണിക്കുന്നില്ല. ലൈക്ക് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് കാര്യങ്ങൾ മീൻസ് ലൈക്ക് അവിടെ മണി ഇൻവോൾവ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ ബാക്ക് ഫെയർ ആയിട്ട് എന്തെങ്കിലും ലോസ് വരുമ്പോൾ ആൾക്കാർ ആ സ്പോട്ടിൽ ആ ഒരു റീജിയനെ ഫസ്റ്റ് ഓഫ് ഓൾ അവരത് ഡ്രോപ്പ് ചെയ്യുക മാത്രമല്ല അതിന് നെഗറ്റീവ് വെറുതെ അങ്ങനെ പറയും, കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് ഇങ്ങനെ പറയാം. അങ്ങനെ പറയുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിയുമ്പോൾ ലൈക്ക് ഇവർ പറയുന്നത് ഇവരെ താഴെയുള്ളവരും കേൾക്കുമ്പോൾ യെസ് മണി പണ്ട് കുഞ്ഞിലെ പഠിച്ചതുപോലെ തന്നെ കാശ് പ്രശ്നമുള്ളൊരു കാര്യമാണ്, ക്രിയേറ്റ് ചെയ്യും. കാശ് പ്രശ്നമുള്ള കാര്യമാണ്. ലൈക്ക് കോമൺലി ഒരു പോയിന്റ് ഉണ്ട്, മണി ക്യാൻ ബൈ ഹാപ്പിനെസ് എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ഇതിൽ നിൽക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം മണി ക്യാൻ ബൈ ഹാപ്പിനെസ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. അതെ, കാരണം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ലൈക്ക് പൈസ ഉപയോഗിച്ച് എല്ലാം വാങ്ങാൻ പറ്റില്ലായിരിക്കും, പക്ഷേ നമുക്ക് ഹാപ്പിനെസ് തരുന്ന നമ്മളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾക്കെല്ലാം പൈസ എന്ന് പറയുന്നത് ഒരു എലമെൻറ്റ് തന്നെയാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. സോ അതിനെ നോക്കിക്കാണുന്ന രീതി, അതിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി, ഇതൊക്കെ തന്നെയാണ് നമ്മൾ അതിലുള്ള ഗ്രോത്തും നിർണ്ണയിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ റോയൽ അക്കാഡമിയിലേക്ക് എന്നെ ഇപ്പോൾ എൻ്റർ ചെയ്യപ്പോഴേക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ലൈക്ക് ഇതൊരു ടൈപ്പ് ഓഫ് മിഷനാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീഡിങ്, റൈറ്റിങ്, അതുപോലെ ലേണിംഗ് എല്ലാം ഒരു ബേസിക് ഒരു ബേസിക് ഹ്യൂമണിന് ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ആ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഹ്യൂജ്, അതായത് ഹൈലി കാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ വരെ എന്ത് പറയുന്നത് ബിഗ് ഫോളിലേക്ക് പോകുന്നത്. സോ ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഫ്രം ദ ബേസിക്സ്, അതായത്
എന്ന് തൊട്ടാണോ അവരുടെ കയ്യിലേക്ക് ക്യാഷ് വരുന്ന ടൈം, ആ ടൈം തൊട്ട് തന്നെ അവർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യുകയും ഈച്ച് ആൻഡ് എവരി മണി അവർ കൗണ്ടബിലിറ്റി കാണിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അഫ്കോഴ്സ് ഒരു നല്ല അവർക്ക് പീസ്ഫുൾ ആയിട്ടുള്ളത്, അതായത് ഈ വെൽത്തി ആവുന്നത് ഒരുപാട് കാശുള്ള ആൾക്കാരല്ല വെൽത്തി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതെ, കാരണം കറക്റ്റ് പീസ്ഫുള്ളായിട്ട് ഉള്ള കാശ് കറക്റ്റായിട്ട് തൻ്റെ ബേസിക് നീഡ്സും വാൺസും അതുപോലെ ഫ്യൂച്ചറിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുവരുന്ന ആൾക്കാരാണ് ഇവിടെ നടക്കുന്നത്. അവർ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ഒരു കാര്യം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ റിച്ച് എന്നുള്ള ഒരു ടെർമിനോളജി അല്ല ശരിക്കും, റിച്ച് ഇൻ മണി അല്ല ശരിക്കും ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. മേ ബി നമ്മൾ ഒരു കമ്പാരിസണൊക്കെ അവിടെ പറയാറുണ്ട്, ലൈക്ക് വലിയൊരു പാലസ് പോലത്തെ വീടും 4 കാറും കുറേ ഒരു ജോലിക്കാരും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവും. മേ ബി അവർ പീസ്ഫുൾ ആയിരിക്കില്ല, അവർക്ക് ചിലപ്പോൾ കോടികളുടെ കടങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ മണി മാനേജ്മെൻറ്റ് പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് മേ ബി അവർ വലിയ ലോസിലോട്ട് ഒറ്റ നിമിഷം കൊണ്ട് ചിലപ്പോൾ പോകാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ അവർ ടെൻസ്ഡ് ആയിട്ടായിരിക്കും അവരുടെ ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്, സമാധാനത്തിൽ ഉറങ്ങാനുള്ള സാഹചര്യം പോലും ഉണ്ടാവും. അവരൊരിക്കലും ഫൈനാൻഷ്യലി ഫ്രീഡം അച്ചീവ് ചെയ്തു നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കാണുമ്പോൾ ഔട്ട്ലുക്കിൽ അവരെന്തായിരിക്കും ഫൈനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. പക്ഷെ അതേസമയം അപ്പുറത്തൊരു ചെറിയ വീടും ഒരു 4 പേരുള്ള കുടുംബവും അവർ 3 ദിവസം അല്ലെങ്കിൽ ലൈക്ക് അവർക്ക് എല്ലാ ദിവസവും കറക്റ്റായിട്ടുള്ള ഭക്ഷണം, ആരോഗ്യം, കാര്യങ്ങൾ ആൻഡ് വീക്ക്ലി വൺസ് എങ്കിലും അവർക്ക് ഒരു പുറത്ത് പോയി എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആൻഡ് ഒന്ന് ട്രാവൽ ചെയ്യാനൊക്കെ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്, സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന ലൈഫ് ഉണ്ടെങ്കിൽ അതാണ് ശരിക്കും റിച്ച്നെസ് എന്ന് പറയുന്നത്. അവിടെയാണ് ശരിക്കും ഫൈനാൻഷ്യൽ ഫ്രീഡം. അവർ പ്രോപ്പറായിട്ട് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ബോധേഡാണെങ്കിൽ ഒരു എമർജൻസി ഫണ്ടൊക്കെ സേവിങ്സ് കീപ്പ് ചെയ്ത് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എടുത്തുകൊണ്ട് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് SIPs ഒക്കെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് അടുത്തൊരു 15 വർഷം അല്ലെങ്കിൽ 10 വർഷത്തേക്കൊക്കെ SIP ചെയ്ത് പോകുന്ന ആ ഒരു മോഡലിൽ ഓപ്പറേറ്റ് ചെയ്ത് പോകുന്ന ഒരു ഫാമിലി ആയിരിക്കും മേ ബി അല്ലെങ്കിൽ കുറച്ചും കൂടി ഫൈനാൻഷ്യൽ ഫ്രീഡത്തിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ്, ഡിഫൈൻ ചെയ്യേണ്ടത് അങ്ങനെയാണ്, ചെയ്യപ്പെടേണ്ടത് അങ്ങനെയാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ വേറൊരു പോയിന്റ് കൂടെ പറയുമ്പോൾ ലൈക്ക് എന്താ പറയുക, ഈ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ബേസ് വരുമ്പോൾ ലൈക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന 2 പോയിന്റ് കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലോട്ട് വരുമ്പോൾ അവിടെ കുറച്ചുകൂടി എന്താണ് ലൈക്ക് നമ്മുടെ പാസീവ് ഇൻകംസ്, അവിടെയാണ് ആ പാസീവ് ഇൻകം സിസ്റ്റം വരുന്നത്. നമ്മളിനി നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് ഒരു മെയിൻ സിസ്റ്റം തന്നെയാണ് ഈ പാസീവ് ഇൻകംസ്. ഇന്ത്യയിലെ തന്നെ പലർക്കും ഇത് കാണുന്ന പലർക്കും അറിയില്ല എന്തൊക്കെ ടൈപ്പ് പാസീവ് ഇൻകംസ് ഉണ്ടെന്നറിയില്ല. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് പാസീവ് ഇൻകംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുകയും അതുവഴി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലോട്ട് മാറാനും നമുക്ക് പറ്റും. ഓക്കെ, ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ നിന്ന് ഇൻഡിപെൻഡൻസിലോട്ടുള്ള ഒരു ചേഞ്ചസ് ആണ് അവിടെ നടക്കുന്നത്. കാരണം എന്താണ്? കാരണം ലൈക്ക് നമുക്ക് ആ പാസീവ് ഇൻകം നമ്മുടെ എക്സ്പെൻസസും നമ്മുടെ ബേസിക് നീഡ്സും വാൺസും എല്ലാം ക്ലിയർ ചെയ്യും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മന്ത് നടക്കുമ്പോൾ നമുക്കൊരു പാഷൻ ഉണ്ടായിരിക്കും. ഓരോരുത്തർക്കും ഓരോ പാഷൻ. ചിലപ്പം എനിക്ക് റൈറ്റിംഗ് ആയിരിക്കും എൻ്റെ പാഷൻ, സിമ്പിൾ. അല്ലെങ്കിൽ ലൈക്ക് എനിക്ക് ഹൈക്കിങ്, അല്ലെങ്കിൽ ലൈക്ക് ട്രാവലിംഗ്, ഇതൊക്കെ നമുക്ക് നടന്നു പോകാൻ പറ്റും. ഇവിടെ നമുക്ക് ആക്റ്റീവായിട്ടൊരു ജോബ് വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ നമുക്ക് കയ്യിൽ എപ്പോൾ തൊട്ടാണ് കാശ് വരുന്നത് അതിനനുസരിച്ച് മണി മാനേജ്മെൻറ്റ് ഫ്രം ദ ബിഗിനിങ് സ്റ്റേജ് തൊട്ട് തുടങ്ങുന്ന ആൾക്ക് ലൈക്ക് ഒരു 3-4 ഇയേഴ്സ് ഏർലി റിട്ടയർമെന്റിനൊക്കെ അവർക്ക് പോസിബിൾ ആവും. ലൈക്ക് ഒരു പാസീവ് ഇൻകം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് എപ്പോഴാണെങ്കിലും വെക്കേഷൻ എടുക്കാൻ വേണ്ടി പറ്റും. അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ പറ്റും. മോർ ദാൻ ഒരു ജോലി എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ കഷ്ടപ്പെട്ടൊരു ജോലി ചെയ്യുന്നതും ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്യുന്നതും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഒരു മണി ഫോക്കസ്ഡ് ആയിട്ട് വേറെ വരുമാനങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മിക്കവാറും കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും. നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ഇൻഡസ്ട്രിയിൽ ചിലപ്പോൾ നമുക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനത്തെ ഒരുപാട് കൺസേൺസ് ഉണ്ടാവും. പക്ഷേ അതേസമയം നമ്മൾ മണി മാനേജ്മെൻറ്റ് പ്രോപ്പറായി ചെയ്തൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഉള്ള അനദർ സോഴ്സസ് ഓഫ് ഇൻകം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ബാക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. അവരുടെ താല്പര്യമുള്ള ഇൻഡസ്ട്രിയിൽ അവർക്ക് ഇനിയിപ്പോൾ പേ സ്കെയിൽ കുറച്ച് കുറവാണെങ്കിലും അവർക്ക് അവിടെ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യാനും അവിടെ അവർക്കൊരു പീസ്ഫുൾ ആൻഡ് ഹാപ്പിനെസ് ഫൈൻഡ് ചെയ്യാനും വേണ്ടി പറ്റുന്നതാണ്. അവിടെ അവർക്ക് കരിയർ ഗ്രോത്തും ഉണ്ടാവും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ആ രീതിയിലൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിനെ ഡിഫൈൻ ചെയ്ത് വരുന്നത്. ഇപ്പോൾ ഇതിന് കുറച്ചും കൂടി ക്ലാരിറ്റിയിലോട്ട് വരുന്ന സമയത്ത് റോയൽ അക്കാദമിയിൽ എന്താണ് ശരിക്കും ഇനി നമ്മൾ അടുത്തൊരു ഫേസിലോട്ട് പോകുമ്പോൾ ഒരു പുതിയ കോഴ്സിൻ്റെ, ഒരു പുതിയ മെൻറ്റർഷിപ്പിൻ്റെ അല്ലെങ്കിൽ പുതിയൊരു കമ്മ്യൂണിറ്റി ലേണിംഗ് മോഡലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുള്ളത് മെൻഷൻ ചെയ്യേണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഗൂഗിൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സെക്കൻഡ് ഫേസിലോട്ട് നമ്മൾ എൻ്റർ ആവുക. ഇവിടെ സ്ട്രാറ്റജിക്കൽ വെൽത്ത് മാനേജ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. സിസ്റ്റം എന്ന് പറയുമ്പോൾ ലൈക്ക് ഇത് ചുമ്മാ ഒരു മൊഡ്യൂളൊന്നോ അല്ലെങ്കിൽ ഒരു ചാപ്റ്ററൊന്നോ അങ്ങനെയൊന്നും അല്ല. നമ്മളിവിടെ ഒരു കോഴ്സിൻ്റെ നെയിം കോഴ്സൊന്നും അല്ല. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ബേസിക്സ്, അതായത് ഒരു ഇനിഷ്യൽ ബിഗിനർക്ക്, അതായത് ആ ബിഗിനർക്ക് എപ്പോൾ തൊട്ടാണോ കാശ് വന്ന് തുടങ്ങുന്നത് അവർക്ക് തൊട്ട് ഇപ്പോൾ കാശ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഇല്ലെങ്കിൽ നല്ല ഫിനാൻഷ്യലി കംപ്ലീറ്റ്ലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളൊരു സിസ്റ്റമാണ് നമ്മളിതിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ എഗെയിൻ നമ്മൾ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം, ഫിനാൻഷ്യൽ ഇൻകം, അല്ലെങ്കിൽ പ്ലാനിങ്, ബഡ്ജറ്റിംഗ്, ഇതൊക്കെ കാശുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമായിട്ട് എല്ലാവർക്കും തോന്നുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. 1000 രൂപ കിട്ടുന്നവനും അത് ചെയ്യേണ്ടതാണ്, നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്.
ഓക്കെ, അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് ഫിനാൻഷ്യൽ ഗ്രോത്ത് എന്നാണ്. ഓക്കെ. ഈ ഫണ്ടമെൻ്റൽസ് ഓഫ് ഫിനാൻഷ്യൽ ഗ്രോത്തിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്താണ്, ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റി എന്താണ് നമ്മുടെ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ബിഹേവിയർ എങ്ങനെയാണ്, എവിടെ സേവിങ്സ്, എവിടെ സ്പെൻഡിങ് നടത്തണം, എവിടെ നമ്മുടെ ലൈക്ക് എങ്ങനെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ നടത്തേണ്ടത്, ഇതിനെ പറ്റി ബേസ് ചെയ്തിട്ടുള്ളതാണ് ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ. അപ്പോൾ അതിൽ മെയിൻലി എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി ഒക്കെ ആയിരിക്കും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ലൈക്ക് ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ്, ഒരു ഫൈനാൻഷ്യൽ ഗോൾ സെറ്റിംഗ്, അതുപോലെ തന്നെ നമ്മളുടെ ഒരു ബേസിക് ബഡ്ജറ്റിംഗ്, ലൈക്ക് നമ്മുടെ എക്സ്പെൻസുകളെ കുറിച്ച് നമ്മൾ അറിയാം, നമ്മളുടെ വരുമാനത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക, അതിനനുസരിച്ച് നമുക്ക് പ്ലാനിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് ഒരു ഫൈനാൻഷ്യൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ അല്ലേ. സോ അതിനെക്കുറിച്ചൊരു ബോധം ആദ്യം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഫ്രീഡം, ഈ വേർട്ടിക്കൽസിന് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, അതിനനുസരിച്ചുള്ള ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്, കാരണം അവർക്കൊരു ബേസ് കിട്ടാൻ വേണ്ടി. അതെ, നെക്സ്റ്റ് മൊഡ്യൂൾ നമ്മൾ നോക്കുന്നത് സെക്കൻഡ് മൊഡ്യൂളാണ്. അത് സെക്യൂർ ഒരു ഫിനാൻഷ്യൽ ബേസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഈ ക്യാഷ് ഉണ്ടാക്കുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു, നമുക്ക് റിട്ടേൺസ് കിട്ടുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി പല ടൈപ്പ്. ലൈക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു കോൺസെപ്റ്റ് വരുമ്പോൾ തന്നെ അവിടെ നമുക്ക് ലൈക്ക് 2 ടൈപ്പാണ്. അതായത് റവന്യൂ ജനറേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്, നോൺ റവന്യൂ ജനറേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സും ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ സെക്യൂരിറ്റി നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ്. അതിപ്പോൾ നമുക്ക് എന്ത് പറയാം, നമ്മുടെ പേഴ്സണലായിട്ട് വരുന്ന നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, അസറ്റ് ബേസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഈവൻ ആഫ്റ്റർ വെഹിക്കിൾ ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, വെഹിക്കിൾ ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ മനസ്സിലാകാത്തൊരു പോയിന്റ്, നമ്മൾ ഒരുപാട് കാശ് ഉണ്ടാക്കുന്നുണ്ട്, ആ കാശിനെ നമ്മൾ അതേപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ നമ്മൾ വെറുതെ കളയായിരിക്കും. പക്ഷേ ഇവിടെ എന്ത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കറക്റ്റായിട്ടുള്ള സെക്യൂരിറ്റീസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കോമണറെ സംബന്ധിച്ച് നല്ലൊരു ഹോസ്പിറ്റൽ ബില്ല് വന്നാൽ ബാങ്ക്രപ്റ്റ് ആയി, മനസ്സിലായി. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടത്, അതാണ് ഈ ഒരു മൊഡ്യൂൾ. മനസ്സിലായി. ഇപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നോർമൽ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി SIP ഒക്കെ ചെയ്തിട്ടുണ്ടാവും, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ക്യാപിറ്റലൊക്കെ സേവ് ചെയ്തിട്ടുണ്ടാവും, 10-15 ലക്ഷം രൂപയുടെ സേവിങ്സ് ഉണ്ടാവും. പക്ഷേ നല്ലൊരു ഹോസ്പിറ്റൽ സിനാരിയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പെട്ടെന്നുള്ളൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ വാഷ് ഔട്ടായി പോകുന്ന രീതിയിലേക്ക് അവരുടെ സേവിങ്സ് മൊത്തം പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ഇഫ് അവർ ഈ പറഞ്ഞ പോലെ സെക്യൂർഡ് ആക്കിയിട്ടില്ല, ഇൻഷുറൻസുകളോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യം. അതിപ്പോൾ നമുക്ക് തന്നെ വരണമെന്നില്ല, നമ്മൾ ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് വന്നാലും അതിന് ബുദ്ധിമുട്ടുകളുണ്ടാവും. സോ ആ ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മോസ്റ്റ് പ്രോബബ്ലി ഈ ഹോസ്പിറ്റൽ സിനാരിയോസ് മെൻഷൻ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഐ തിങ്ക് ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എക്സ്പെൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ കൂടി ആയതുകൊണ്ടാണ്. കാരണം അവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്യാനോ, നമ്മൾ അതിലൊരു സെക്കൻഡ് തോട്ടിലോട്ട് നിൽക്കാനോ, ഡിസിഷനിൽ സെക്കൻഡ് തോട്ടിലോട്ട് പോകാനോ ഫൈനാൻഷ്യലി നമ്മൾ ചിന്തിക്കാത്തൊരു മേഖല കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സെക്യൂർഡ് ആയിരിക്കുക. എന്നതിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ച് ചിന്തിക്കാൻ പലർക്കും, അതായത് വർക്കിംഗ് ക്ലാസ്സിൽ പലർക്കും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ക്ലിയർ ആയിട്ട് അറിയില്ല. മനസ്സിലായി. കാരണം ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ എന്തൊരു പ്രൊഡക്റ്റ്, എന്തൊരു അസറ്റ് വാങ്ങിക്കട്ടെ, അല്ലെങ്കിൽ എന്തൊരു ലേബിലിറ്റി ആയി വാങ്ങിക്കോട്ടെ, അതിനൊരു സെക്യൂരിറ്റി ചെയ്യാൻ പറ്റും. രോഗം വന്നിട്ട് ചികിത്സിക്കുക എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റിയാണ് പൊതുവെ ആളുകൾക്ക്. അത് തന്നെയാണ് ഇതിലും എടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാറിയേ പറ്റുള്ളൂ. ഇനിയും അങ്ങനെ പോകാന്ന് പറയുന്നത് ഒരിക്കലും ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം മറ്റു രാജ്യങ്ങളിലൊക്കെ അത് നിർബന്ധമായിട്ടുള്ളൊരു സംഗതിയാണ്. അത് ഇവിടെ നമ്മൾ എങ്ങനെ ആക്കി കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്, എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ആളുകളെ. മൂന്നാമതായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് അതിൻ്റെ സ്ട്രാറ്റജിയാണ്. നമ്മൾ ഫസ്റ്റ് സെക്യൂർ ചെയ്തു, ദെൻ അതിനെ നമ്മൾ ഫസ്റ്റ് അത് എന്ത് ചെയ്തു, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതായത് ഫണ്ടമെൻറ്റൽസ് കാര്യങ്ങൾ നോക്കി, ദെൻ നമ്മൾ സെക്യൂർ ചെയ്തു, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുമ്പോൾ ഇന്ത്യയിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതുപോലെ തന്നെ നമ്മളെ ബഡ്ജറ്റിങ് വരുമ്പം ലൈക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ബേസിക് ഐഡിയ വരുന്നത് തന്നെ നീഡ്സ് എന്താണ്, വാണ്ട്സ് എന്താണ്, അതിനെപ്പറ്റി ഒരു ബേസിക് ഐഡിയ. അതായത് ബേസിക് ആയിട്ടുള്ള എക്സ്പെൻസസ് എന്താണ്, ബേസിക് ആയിട്ട് ഒരു ഹ്യൂമൺ ആവശ്യമായിട്ടുള്ള എക്സ്പെൻസ്, പിന്നെ അവിടെ നീഡ്സ് എന്താണ്, പിന്നെ വാണ്ട്സ് എന്താണ്. ഈ വാണ്ട്സും നീഡ്സും കഴിയുമ്പോൾ ദാറ്റ്സ് ഈ ഒരു സേവിങ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാത്രമല്ല, ഈ സേവിങ്സിൽ തന്നെ ഒരു പോർഷൻ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ടും ഫോർ അവർ ഫ്യൂച്ചർ. അപ്പോൾ അതിലോട്ട് പോകുന്ന ഒരു മൊഡ്യൂളാണ് നമ്മൾ ഈ ഒരു തേർഡ് മൊഡ്യൂളിലേക്ക് ഫോക്കസ്. അത് എവിടെയൊക്കെയാണ് പോകുന്നത്, ലൈക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് അസറ്റ് ക്ലാസ്സസ് ഉണ്ട് ഇന്ത്യയിൽ, ഒരു ബഡ്ജറ്റ് ഏതൊക്കെ രീതിയിലോട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ. ഫോർത്തിലോട്ട് വരുമ്പോൾ ലൈക്ക് ഇനി ഇൻവെസ്റ്റ്മെൻറ്റ്സ് പോകുന്ന, അതായത് ഫോർത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്ന ഇന്ത്യയിലെ അസറ്റ് ക്ലാസ്സസ് ഏതൊക്കെയാണ്. അസറ്റ് ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ആസ് എ കോമണർ, അത് മലയാളി, നമ്മൾ പൊതുവെ കാശ് വരുമ്പം പൊതുവെ കേൾക്കുന്നതാണ്, ഒന്നീ വീട് വെക്കണം, ഓക്കെ, അല്ലെങ്കിൽ വീട് വെക്കുമ്പോൾ അവിടെ വീട് വെക്കുന്നത് ഓഫ് കോഴ്സ് ഒരു ബേസിക് തന്നെയാണ്. പക്ഷേ ഒരു പോയിന്റ് നോക്കുമ്പോൾ ഈ വീട് വെക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം അതൊരു ലേബിലിറ്റിയാണ്. കാരണം വീട് വെക്കുമ്പോൾ നമുക്ക് എന്താണ്, അതിന് ലോൺ എടുത്ത് നമുക്ക് വെക്കാൻ പറ്റും. ഫൈനാൻഷ്യലി അതിനെ നോക്കി കാണുന്ന സമയത്ത് ഇത് രണ്ട് ഡിസിഷനാണ്. അതിൽ പറഞ്ഞ പോലെ തന്നെ എമോഷണൽ ഡിസിഷൻ ഉണ്ട്, ഫൈനാൻഷ്യൽ ഡിസിഷൻ ഉണ്ട്. ഇപ്പോൾ എനിക്കൊരു വീട് വേണം എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഓഫ് കോഴ്സ് അതൊരു എമോഷണൽ ഡിസിഷനാണ്. അത് നമുക്ക് ഇന്ന് തന്നെ വേണം എന്ന് പറയുന്നത്
യെസ് കുറച്ച് കഴിഞ്ഞ് മതി എന്നുള്ളത് തീരുമാനിക്കുന്നത് ഒരു ഫൈനാൻഷ്യൽ ഡിസിഷൻ. ഡിസിഷനാണ്. അതെ അവിടെ പലർക്കും പല രീതിയിലുള്ള ഡിഫറൻസുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു ഷെൽട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ള ആളുകൾക്ക് മേ ബി പെട്ടെന്ന് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും. തീർച്ചയായും. പക്ഷേ ആ സമയത്ത് അവരൊരിക്കലും അതൊരു ഫൈനാൻഷ്യലി ബേൺ ഔട്ട് രീതിയിലേക്ക് ആയിരിക്കില്ല പോവുക. കാരണം ഒരു ആവശ്യമായ സ്ഥിതിയിലുള്ള ഒരു ഡിസിഷനിലായിരിക്കും എടുക്കുക. ഓക്കെ പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ ഹൈലി സ്പെൻഡ് ചെയ്തുകൊണ്ട് വലിയ വീടുകൾ വെക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളോട് നോക്കുന്ന സമയത്ത് ആ ഒരു സമയമൊക്കെ മാറി തുടങ്ങി എന്നുള്ളത് മനസ്സിലാക്കണം. അതെ തീർച്ചയായും. ഫൈനാൻഷ്യലിയും കൂടി അതിനെ നോക്കി കാണുന്ന ഒരു സിറ്റുവേഷൻ. കാരണം അത് ലോങ് ടൈമിലേക്കാണ്. അതൊരിക്കലും വീട് വെക്കുക എന്നുള്ളത്, വീട് വെക്കാതിരിക്കുക എന്നുള്ളതിനെക്കാട്ടിലും എന്ന് വീട് വെക്കുന്നു എന്നുള്ളൊരു സംഗതിയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഇപ്പോൾ പേഴ്സണലി എൻ്റെ അടുത്ത ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ലൈക്ക് ഞാൻ മോസ്റ്റ്ലി ട്രാവലിംഗ് ആണ്. ഓക്കെ ഞാനിപ്പോൾ ഒരു വീട് വലിയൊരു തുക മുടക്കി അവിടെ വെച്ച് കഴിഞ്ഞാലും എന്തായാലും അടുത്തൊരു 3-4 വർഷത്തിൽ എനിക്ക് അവിടെ താമസിക്കാൻ പറ്റാനുള്ള സാഹചര്യം വളരെ കുറവാണ്. ഞാനിപ്പോൾ ഒരു 365 ദിവസം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 10% പോലും എനിക്ക് മര്യാദയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റിക്കോളുന്നില്ല എന്നൊരു സിറ്റുവേഷനാണുള്ളത്. കാരണം ഇപ്പോൾ കൊച്ചിയിലാണെങ്കിലും കാലിക്കറ്റ് ആണെങ്കിലും ദുബായിലാണെങ്കിലും തിരൂരാണെങ്കിലും മോസ്റ്റ്ലി ട്രാവലിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു 3 വർഷത്തേക്ക് ഈ വീടുണ്ടാക്കി വിടുന്ന സമയത്ത് അത് ഓഫ് കോഴ്സ് അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ ലൈബിലിറ്റീസ് നോക്കണം. ആൻഡ് ഓൾസോ അതവിടെ കിടന്ന് ഡെഡ് ആവുകയാണ്. സോ അതേ സിറ്റുവേഷൻസിൽ നമുക്ക് ഒരു 3 വർഷം കഴിഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത്രയും കൂടി എനിക്ക് മേ ബി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫൈനാൻഷ്യലി ബെറ്റർ ആക്കാൻ വേണ്ടി പറ്റും. അത്രയും കൂടി ഡെഡ് ആയിട്ട് എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ കിടക്കുന്ന സിറ്റുവേഷൻ, അവിടെ ഡെഡ് ആയിട്ട് എൻ്റെ ഒരു മണി അവിടെ കിടക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവില്ല. സോ അതാണ് ഒരു ഫൈനാൻഷ്യലി അതിനെ നോക്കി കണ്ടുകൊണ്ടുള്ള ഒരു ഇമോഷണൽ ഡിസിഷൻ എന്ന് പറയുന്നത്. ഈവൻ അത് 3 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് വീട് വേണമെന്നുള്ള സ്റ്റിൽ അവിടെ ചോദ്യം തന്നെയാണ്. കാരണം ആ സമയത്തും എനിക്ക് പറഞ്ഞ പോലെ തന്നെ ഒരു ഒട്ടും നിന്നില്ലെങ്കിൽ അതാണ് അതിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. മേ ബി ഞാനൊരു റിട്ടയർമെൻറ്റ് ഫേസിലായിരിക്കും മേ ബി വീടിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു ഏർലി റിട്ടയർമെൻറ്റ് ഫേസിലായിരിക്കും നമ്മൾ വീടിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവുക. അതുവരെ നമ്മളൊരു ലൊക്കേഷനിൽ ലോക്ക് ഇൻ ആവുക എന്ന് പറയുന്നത് ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഫീസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതിപ്പോൾ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിലും ഒരു ബിസിനസ് പ്രൊഫഷണൽ ആണെങ്കിലും ഇന്ന് നമ്മൾ ലോക്ക് ഇൻ ചെയ്തിട്ടുള്ള സിറ്റീസിൽ അല്ലെങ്കിൽ ലോക്ക് ഇൻ ചെയ്തിട്ടുള്ള ലൊക്കാലിറ്റിയിൽ ആ ജിയോഗ്രഫിയിൽ നമ്മൾ അടുത്തൊരു 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നില്ല. കാരണം നമ്മൾ ഓഫ് കോഴ്സ് കരിയർ ഗ്രോത്ത് നോക്കി പോകുന്ന ആളുകളായിരിക്കും. അവിടെയാണ് ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ ഡിസിഷൻസ് ഒക്കെ ചിന്തിക്കുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലോക്ക് ഇൻ ചെയ്യുന്നതിനെക്കാട്ടിലും മേ ബി സ്കെയിലബിലിറ്റിയിലോട്ട് വരുന്ന സമയത്ത് അടുത്തൊരു ലെവലിലോട്ട് ആൾ സ്കെയിൽ ചെയ്യാം, അടുത്തൊരു സിറ്റിയിലോട്ട് ആൾ സ്കെയിൽ ചെയ്യാം. അപ്പോൾ അതൊക്കെ കൺസേൺ ആക്കി വെച്ചുകൊണ്ട് തന്നെ അവർക്ക് ചിന്തിക്കാവുന്നതാണ് ഇതിനെക്കുറിച്ചുള്ള സംഗതികൾ. അതായത് നമ്മൾ ഈ ഫോർത്ത് പോർഷനിൽ വരുമ്പോൾ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഇന്ത്യയിൽ കറന്റ് ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റീജിയൻസ് മനസ്സിലായി. ഹൗസസ് ഉണ്ട് ഇല്ലെന്നല്ല, അതുപോലെ ലാൻഡ്, റിയൽ എസ്റ്റേറ്റ് നമുക്ക് പറയാം. നെക്സ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സ്, അതുപോലെ ബോണ്ട്സ്, സ്റ്റോക്സ്, ഇക്വിറ്റീസ്, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സേവിങ്സ്, അതേപോലെ നമ്മുടെ നീഡ്സ് ബോണ്ട്സും എല്ലാം കഴിഞ്ഞതിന് ശേഷം വരുന്ന സേവിങ്സിൻ്റെ കട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തുള്ള ഇൻവെസ്റ്റ്മെന്റ്സിലോട്ട് നമ്മൾ 1000 രൂപ വരികയാണെങ്കിൽ ആ 1000 രൂപ നമുക്കൊരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ബേസ് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ അതിന്റെ സെക്യൂരിറ്റി ആസ്പെക്ട്സ് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഫണ്ടമെന്റൽസ് നമ്മൾ പഠിച്ചു. ആൻഡ് അതിന്റെ അസറ്റ് ക്ലാസ്സസിലോട്ട് നമ്മൾ എത്തി. അസറ്റ് ക്ലാസ്സസിലോട്ട് ഈ 1000 രൂപയിൽ നിന്ന് ഓരോന്നിലോട്ടും നമുക്ക് എന്തിലോട്ടൊക്കെ ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിലൊരു 300 രൂപ അല്ലെങ്കിൽ 200 രൂപ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലോട്ട് മാറ്റുകയാണെങ്കിൽ അത് ഏതൊക്കെ അസറ്റ് ക്ലാസ്സുകളിലോട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ അതിൽ ഇപ്പോൾ റേറ്റ്സ് ഉണ്ടാവാം, റിയൽ എസ്റ്റേറ്റ് ഉണ്ടാവാം, SIP ഉണ്ടാവും, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടാവും, സ്റ്റോക്സ് ഉണ്ടാവാം, ഈവൻ ഇൻക്ലൂഡിങ് ഇപ്പോൾ നമ്മൾ ചെറിയ പൈസയിൽ പറയുമ്പോൾ അതിൻ്റെ ഒരു എടുത്തേ ഉള്ളൂ. ഇൻക്ലൂഡിംഗ് സ്റ്റാർട്ടപ്സിലോട്ട് അല്ലെങ്കിൽ ബിസിനസ്സുകളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവാം. അത്തരത്തിലുള്ള ഒരുപാട് അസറ്റ് ക്ലാസ്സസുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. നൈസ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി ഈ അസറ്റ് ക്ലാസ്സസ് നമ്മളിപ്പോൾ പറഞ്ഞ ഇക്വിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലം നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. അതിൻ്റെ ഒരു ഡീപ്പ് ഡൈവ് ആണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ബിഗിനറെ സംബന്ധിച്ച് ഇൻ്റർമീഡിയറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, ഈ അഡ്വാൻസ് ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു പേടിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡ്യൂൾ, അത് ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി എങ്ങനെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തൊക്കെ ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാം. അതിലിപ്പോൾ ഇക്വിറ്റീസ്, ബോണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ്, IPOs, എനിത്തിങ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടി ഡീപ്പ് ഡൈവ് ആയിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്യും. മനസ്സിലായി. ഇത് സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോട്ട് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഓക്കെ, അതിപ്പോൾ SIPs എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം, മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, അത് നമുക്ക് ലാർജ് ക്യാപ് കമ്പനി എന്താണ്, സ്മോൾ ക്യാപ് കമ്പനിയാണ്, അല്ലെങ്കിൽ ഇക്വിറ്റീസ്, ബേസിക് എഡ്യൂക്കേഷൻ ഓഫ് ദ ടോട്ടൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അവെയർഡ് ആയിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതും അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ലേണിംഗ്സിലോട്ട് അവർ ട്രൈ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് എടുക്കുക എന്നുള്ളതാണ്. നൈസ്. നെക്സ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രൈസ് ആക്ഷൻ. നമ്മളിപ്പോൾ അതിലോട്ട് പോകുമ്പോൾ കുറച്ച് സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്ന കാര്യമാണ് ഓഫ് കോഴ്സ് ഫണ്ടമെന്റൽ പ്രോപ്പർ സ്ട്രാറ്റജിക്കൽ അപ്രോച്ച് തന്നെയാണ്. അതായത് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഫണ്ടമെന്റൽസ് ഓഫ് കോഴ്സ് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ അതുപോലെ തന്നെ നമ്മളെ ചാർട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, കാരണം അത് പ്രീവിയസ് ഹിസ്റ്ററിയാണ്. ആ ഒരു എൻറ്റയർ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അവിടെ പ്രീവിയസ് ഹിസ്റ്ററിയാണ് നമ്മൾ കാണുന്നത്. രണ്ട് കാര്യങ്ങളാണ്, ഫണ്ടമെന്റൽസ് ആൻഡ് ടെക്നിക്കൽസ്. ഫണ്ടമെന്റലി ആ കമ്പനീനെ നോക്കി കാണുന്ന സമയത്തുള്ള ട്രാക്ക് റെക്കോർഡ്സ് നോക്കുക. അതുപോലെ തന്നെ ടെക്നിക്കലി നമുക്ക് വാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് ബേസിക് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്ന ഫാക്ടർ. ലൈക്ക് നമ്മളിപ്പോൾ ഒരു കച്ചവടം
കച്ചവടമാണ് ചെയ്യുന്നത്. നമ്മളൊരു സംഗതി മേടിക്കുന്നു, അതെ. ഒരു സംഗതി വിൽക്കുന്നു, അതെ. അത് ലാഭത്തിൽ വിൽക്കാൻ വേണ്ടി പറ്റണം. അപ്പോൾ നമുക്ക് മേ ബി ഒരു നല്ല സമയത്ത് മേടിക്കാൻ പറ്റിയാലായിരിക്കും നല്ല സമയത്ത് അത് വിൽക്കാൻ വേണ്ടി പറ്റുക. അതെ. അപ്പോൾ നമ്മളതിനെ സമയം എന്നുള്ളതിനെക്കാട്ടിലും ഡിഫൈൻ ചെയ്യുന്നത് ടെക്നിക്കലി ആയിരിക്കും. യെസ്. അപ്പോൾ അതിൻ്റെ ഓരോ ഫേസസും പ്രൈസുകളും. Yes. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് നമുക്കൊരു ഡിമാൻഡ് ഉള്ള സമയത്ത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുഴപ്പമില്ലാത്ത പ്രൈസ് ലെവലിൽ മേടിക്കുകയാണെങ്കിൽ ഡിമാൻഡ് പിന്നീട് കൂടാനുള്ള സാഹചര്യം നമ്മളവിടെ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിമാൻഡ് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രൈസ് ലെവൽ കൂടിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അതേസമയം സപ്ലൈ ആണ് കൂടുന്നതെങ്കിൽ പ്രൈസ് ലെവൽ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവിടെ അങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ ഓഫ് കോഴ്സ് റിസ്ക് ഇൻവോൾവ്ഡ് ആണ്. Yes. റിസ്ക് മാനേജ്മെന്റ് എന്നുള്ളൊരു കാര്യം കൂടി അതിൽ പാർട്ടായിരിക്കും. ഓഫ് കോഴ്സ് നമ്മൾ എത്ര റിസ്ക് നമ്മുടെ എടുക്കുന്നു. നെക്സ്റ്റ് മോഡിലോട്ട് yes, വരുന്നത്, yes. അതായത് റിസ്ക് മാനേജ്മെന്റും ട്രേഡിംഗ് സൈക്കോളജി. മനസ്സിലായി. ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ഞാൻ ഇനിഷ്യൽ സ്റ്റേജിലേ പറഞ്ഞത്, അതായത് എന്തെങ്കിലും ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ഇപ്പോൾ ഇത് കൂടുതൽ ഞാൻ കോമൺലി കണ്ടുവരുന്നത്, ലാസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് ജെൻസീസ് ആണ്. ജെൻസീസ് ഇപ്പം ലൈക്ക് നിങ്ങളെ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടോ? ഉണ്ട്. ഞാൻ സിറോദയിലോ പല പല കമ്പനികളുടെ പേര് അവർ പറയും. ഈ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടതിന് ശേഷം അവർ പറയുന്നത് ഓക്കെ ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്തെങ്കിലും, ട്രേഡ് എന്ന വാക്ക് ഉപയോഗിക്കില്ല, എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഇന്ന ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് വാങ്ങിച്ചു, വിത്തൗട്ട് എനി ഫണ്ടമെന്റൽ, വിത്തൗട്ട് എനി ടെക്നിക്കൽ, അവരത് വാങ്ങിച്ചിട്ടുണ്ടാവും. പിന്നെ ചിലപ്പോൾ നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പം ഈവൻ ആഫ്റ്റർ സിമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു വളരെ സുഹൃത്ത് CA ആണ്, ആളൊരു CA ആണ്. അദ്ദേഹം 2 സ്റ്റോക്കുകൾ അദ്ദേഹം എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെ നിന്ന് എന്തിന് പർച്ചേസ് ചെയ്തെന്നോ, എന്തിനത് പർച്ചേസ് ചെയ്തെന്നോ ഒരു ഐഡിയ ഇല്ല. ഞാൻ കേൾക്കുന്ന 2 കോമൺ കമ്പനീസ്, നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കോമൺ കമ്പനീസാണ്. അതിൻ്റെ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി പ്രൈസ് ചെയ്തിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് കണ്ടീഷൻ വളരെ ന്യൂട്രൽ അല്ല. സോ അതെന്ത് പറ്റി, ലോസിൽ പോകുന്നു. അപ്പോൾ പറയും ഇനി എനിക്ക് ഇതിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തരുത്. അങ്ങനെ ഒരു ജഡ്ജ്മെന്റിൽ എത്തി. കാരണം അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു സിനേരിയോ നോക്കി, ഈ പ്രൈസ് ആക്ഷനൊക്കെ വെച്ച് നമ്മൾ വേറൊരു സിനേരിയോ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു സ്വിംഗ് ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ലൈക്ക് ഒരുപാട് ലോങ് ടൈം അല്ല, ഒരു ബേസിക് അതായത് ഒരു എൻട്രി എക്സിറ്റും ഡിഫൈൻഡ് ആയിരിക്കുക എന്നുള്ളതാണ്. റൈറ്റ്. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു അതിൽ കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ തന്നെ 1-2 ഫാക്ടേഴ്സാണ്. ഒന്ന് നമ്മുടെ പൊസിഷൻ സൈസിങ് എന്നുള്ളത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ അലോക്കേഷൻ എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ വാറൻ ബഫറ്റിൻ്റെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്, ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മൾ എല്ലാ എഗ്സും കൂടെ ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ബാസ്ക്കറ്റ് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാം നശിച്ചു. അതിലും മറ്റും നിങ്ങളതൊരു 5 മാറ്റി വെക്കും. സോ അതിലൊരു 2 എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ 3 അവിടെ സേഫ് ആണെന്നുള്ളൊരു കോൺസെപ്റ്റ്. ലൈക്ക് നിങ്ങളൊരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു 4 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ 5 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2000 വെച്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് 2000 ടു ദിസ് 2000 ടു ദിസ് 2000 ടു ദിസ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നിടത്ത് അങ്ങനെ ഒരു പൊസിഷൻ സൈസിങ് മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ, ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ നിങ്ങൾക്ക് ഒരു ആക്ട് എടുക്കാം. അതിൻ്റെ അടുത്തൊരു സ്റ്റേജാണ് ഈ പറഞ്ഞ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ലൈക്ക് ഹൗ മച്ച് മണി യു ആർ റെഡി ടു റിസ്ക് ഇൻ ദിസ്. അതാണ് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യേണ്ട ഒരു കാര്യം. നമ്മൾ അവിടെ നിങ്ങൾ എടുക്കാൻ നിൽക്കുന്ന റിസ്ക് എന്ന് പറയുന്ന ഒരു പെർസെൻറ്റേജ്, ലൈക്ക് 2000 റുപ്പീസിൽ ഞാനൊരു 200 റുപ്പീസ് വരെ റിസ്ക് ചെയ്യാൻ റെഡിയാണ്. അതുപോലെ തന്നെ എനിക്ക് ഇതിലൊരു പ്രോഫിറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 2000 എന്നുള്ളൊരു 1500 വരെ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടെക്നിക്കലി ഞാൻ നോക്കുന്ന സമയത്ത് ആ ഒരു ഡിമാൻഡ് സൈക്കിൾ കഴിഞ്ഞ് ഒരു സപ്ലൈ സൈക്കിളിലോട്ട് അത് മാറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഞാനത് എക്സിറ്റ് ചെയ്ത് മാറിയിരിക്കുക എന്നുള്ള ഡിസിഷൻ ഉണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു ട്രേഡിങ്ങിൽ പേഷ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ റിവാർഡ് ചെയ്യുന്നത്. ലൈക്ക് ഒന്നും ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് ചില സമയത്ത് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കി തരുന്നൊരു ആക്റ്റാണ്. സോ അങ്ങനൊരു മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ അവിടെ ഒരു 5 സ്റ്റോക്സ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 2000 രൂപ വെച്ച് നമ്മൾ മാറ്റി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 2000 നിന്ന് 1800 ലോസ് ആകുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 200 രൂപ വെച്ച് നമുക്ക് 2 ലോസ് വന്നിരിക്കും. അടുത്തൊരു 3 നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളൊരു 400 രൂപ പ്രോഫിറ്റ് അല്ലെങ്കിൽ 500 രൂപ പ്രോഫിറ്റ് ടാർഗറ്റാണ് വെച്ചിട്ടുണ്ടെങ്കിൽ 400 രൂപ എങ്ങനെ എടുക്കാം. 400 രൂപ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 3 നമുക്ക് ഏകദേശം 1200 രൂപ പ്രോഫിറ്റ് വന്നിട്ടുണ്ടാകും. 1200 രൂപയിൽ നിന്ന് 400 രൂപ കുറച്ച് നോക്കുന്ന സമയത്ത് സ്റ്റിൽ നമ്മൾ 800 രൂപ പ്രോഫിറ്റിൽ നമുക്ക് അവിടെ എൻഡ് ചെയ്യാൻ പറ്റും. അതൊരു ഷോർട്ട് ടേം പീരീഡിലോട്ട് നോക്കുന്ന സമയത്ത് ഇപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ലൈക്ക് ഇങ്ങനെ ഡിസിഷൻസ് കറക്റ്റായിട്ട് എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മന്ത്ലി അല്ലെങ്കിൽ ഒരു ക്വാർട്ടറിലെങ്കിലും ഒരു റവന്യൂ ജനറേഷൻ പോലും നിങ്ങൾക്ക് അതിൽ പോസിബിൾ ആണ്. ഇനി അതെല്ലാം നിങ്ങളൊരു ലോങ് ടേം പെർസ്പെക്റ്റീവിലാണ്, അതിനെ വെൽത്ത് ക്രിയേഷൻ എന്നുള്ള രീതിയിലാണെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റുന്നതാണ്. സോ ഇതാണ് അവിടെ എനിക്ക് തോന്നുന്നു ആ ഒരു മൊഡ്യൂളിൽ കൂടുതലും ഒരു സൈക്കോളജി എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് വരുന്നത് കുറച്ചും കൂടി ഈ രീതിയിലായിരിക്കും. ഇതിൻ്റെ നെക്സ്റ്റ് വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാസീവ് ഇൻകംസ് ആണ്. അതായത് ഇന്ത്യയിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞതാണ്, ഇന്ത്യയിൽ എന്തൊക്കെ ടൈപ്പ് പാസീവ് ഇൻകംസ് ഉണ്ടെന്ന് ആൾക്കാർക്ക് അറിയില്ല. ഓക്കെ, ലൈക്ക് നമ്മൾ സ്റ്റാർട്ടിങ് വേണമെങ്കിൽ എനിക്ക് പറയാം മ്യൂച്വൽ ഫണ്ട്സ്, ലൈക്ക് റിയൽ എസ്റ്റേറ്റ്. അത് മാത്രമല്ല ഒരുപാട് പാസീവ് ഇൻകം സിസ്റ്റംസ് ഉണ്ട്. ഇപ്പം എക്സാമ്പിൾ ഇൻവെസ്റ്റ്മെന്റ്സിലോട്ട് മാത്രം വരണ്ട, നമുക്കൊരു സ്കില്ലുണ്ടെങ്കിൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫ്രീലാൻസിംഗ് ആയിട്ടും സൈഡ് ഹസലായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. റൈറ്റ്. സോ അത്തരത്തിലുള്ള സ്കിൽ സെറ്റ്സിന് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഏതൊരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻബൗണ്ട് സ്കിൽസ് ഉണ്ടാവാം, സോഫ്റ്റ് സ്കിൽസ് ഉണ്ടാവും, ഹാർഡ് സ്കിൽസ് ഉണ്ടാവും. ഇന്ന് ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള AI സ്പേസുകളും കാര്യങ്ങളും ടെക്നോളജിയും ഉണ്ടാകുമ്പോൾ അതിനെ ഏറ്റവും വേഗം മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയയും കൂടി ഉണ്ടാകുമ്പോൾ നമ്മളുടെ
നമ്മുടെ സ്കിൽസിനെ കറക്റ്റായിട്ട് ഷോക്കേസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, അവിടെ നമുക്ക് മോണിറ്റൈസ് ചെയ്യാനും പറ്റും. സോ അത്തരത്തിൽ നമ്മളുടെ റവന്യൂ സോഴ്സസ് ഇൻക്രീസ് ചെയ്യാന്നുള്ളതും കൂടിയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റ്, അവിടെ കുറച്ചും കൂടി ഏർണിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. റൈറ്റ്. നെക്സ്റ്റ് അതുപോലെ തന്നെ അതിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സും അതുപോലെ തന്നെ സ്റ്റോക്കും ഇക്വിറ്റീസ് എല്ലാം ആഡ് ഓൺ ചെയ്ത് വരുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. കാരണം ഇപ്പോൾ ഒരു സ്കില്ലില്ലാത്ത ഒരാളാണെങ്കിലും അവർക്ക് ഇതേപോലത്തെ സിസ്റ്റംസും ഉണ്ട്, പഠിച്ചുകൊണ്ട് ഒരുപാട് സ്കിൽസ് പഠിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് ലൈക്ക് ടാക്സേഷൻ ആണ്. ടാക്സേഷൻ എന്ന കോൺസെപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് അക്കൗണ്ടിങ് അല്ല. ഇവിടെ നമുക്കൊരു ബേസിക് കോൺസെപ്റ്റ്, അതായത് നമുക്ക് ഒരു ഇന്ത്യൻ ഗവൺമെൻറ് പറയുന്ന ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്നും നമുക്കൊരു എമൗണ്ട്, അതിന് അധികമായിട്ടൊരു എമൗണ്ട് നമുക്ക് ആനുവലി വരുമ്പോൾ നമുക്ക് അതിന് ടാക്സ് പേ ചെയ്യണം. അത് ഇവിടെ പലർക്കും അറിയില്ല, വർക്കിംഗ് ക്ലാസ്സിന് ഒട്ടും അറിയില്ല. അപ്പോൾ ഇവിടെ ആ ഒരു എമൗണ്ട് നമുക്ക് പേയബിൾ ആകാതെ കുറച്ചുകൂടി അത് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. അത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വഴി നമുക്കത് സാധിക്കും. അതായത് സെക്ഷൻ 80C അതുപോലത്തുള്ള പല സെക്ഷൻസ് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ്മെന്റ് ലോങ് ടൈമിലേക്ക് കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു അതിൽ എനിക്കൊരു പോയിന്റ് ആഡ് ചെയ്യാനുള്ളത്, ഈ ടാക്സ് എന്ന് പറയുന്നത് വലിയൊരു വയ്യാവേലിയാണെന്നുള്ള രീതിയിൽ ആളുകൾ അതിനെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ടാക്സ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അതല്ലെങ്കിൽ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ കുറേ എമൗണ്ട് എനിക്ക് അതോടെ പേ ചെയ്യേണ്ടി വരും എന്നുള്ള സിറ്റുവേഷൻസ് ഒക്കെ ആൾക്കാർക്കുണ്ട്. പക്ഷേ ശരിക്കും നമ്മൾ പ്രോപ്പറായിട്ടൊന്ന് ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു കൺസൾട്ടൻസി ത്രൂ നമ്മൾ ടാക്സ് ഫയലിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ലാബ് വരെ ശരിക്കും എനിക്ക് തോന്നുന്നു 12 ലക്ഷം വരെയൊക്കെ നമുക്ക് ഇന്ന് കാണിക്കാൻ വേണ്ടി പറ്റും. എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കഴിഞ്ഞ് പോകുന്ന സിനാരിയോസിൽ നമുക്ക് അവിടെ സ്ലാബ് റേറ്റ് വരികയും ടാക്സ് അടക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ എനിക്ക് ലാസ്റ്റ് ഫൈനാൻഷ്യൽ എനിക്കൊരു 12 lakhs അറൗണ്ടാണ് എൻ്റെ ടാക്സ് ലയബിലിറ്റി വന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ടാക്സ് ലയബിലിറ്റി നമ്മളവിടെ പേ ചെയ്യുമ്പോഴും അവിടെയുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഞാനത് പറയാനാണ് ഞാൻ എൻ്റെ ടാക്സിൻ്റെ അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. കാരണം കഴിഞ്ഞ 18ാമത്തെ വയസ്സുള്ള ടാക്സ് ITR ഫയൽ ചെയ്യുന്നൊരു പേഴ്സണാണ് ഞാൻ. അതിൽ തന്നെ കഴിഞ്ഞ 3 വർഷം ഞാൻ ഓഡിറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് മൾട്ടിപ്പിൾ ബിസിനസ്സുകളും കാര്യങ്ങളുള്ളതുകൊണ്ടും മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് റവന്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ, ടേൺ ഓവർ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഫയൽ ചെയ്യുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ല. എനിക്കൊരു സാലറി പേ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റോ അത്തരത്തിലൊരു ഇൻകം പ്രൂഫ് ഇല്ല. അപ്പോൾ അവിടെ എനിക്ക് ഒരു ഇൻകം പ്രൂഫ് എന്നുള്ള രീതിയിൽ എനിക്ക് മേ ബി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ പുറത്തൊരു കൺട്രിയുമായിട്ട് ബിസിനസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ബിസിനസ് ഡീൽസിൽ, അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ആസ്കിൽ, അങ്ങനെ പല ഏരിയാസിൽ, ഈവൻ ഇൻക്ലൂഡിങ് ഞാനിപ്പോൾ ഒരു പേഴ്സണൽ ലോണോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ലോണോ അല്ലെങ്കിൽ ഒരു ഹൗസിംഗ് ലോണോ അല്ലെങ്കിൽ വെഹിക്കിൾ ലോൺ വരെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഫീസിബിൾ ആയിട്ടുള്ള രീതിയിൽ എനിക്ക് അപ്രൂവൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു വാലിഡ് പ്രൂഫ്, ഞാൻ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂക്കുള്ള ഒരു വാലിഡ് പ്രൂഫ്, ഒരു സർട്ടിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ഡോക്യുമെൻ്റാണ് ITR അക്നോളജ്മെൻറ്റ് ലെറ്റർ എന്ന് പറയുന്നത്. സോ അവിടെ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 12 ലക്ഷം ആണെങ്കിലും 10 ലക്ഷം ആണെങ്കിലും 7 ലക്ഷം ആണെങ്കിലും എത്രയാണോ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്, എത്രയാണോ നമ്മൾ ഏൺ ചെയ്തിട്ടുള്ള റവന്യൂ, അത് കറക്റ്റായിട്ട് ഫയൽ ചെയ്ത് പോകാന്നുള്ളത് തന്നെയാണ്. അതിനിപ്പോൾ ചെറിയൊരു എക്സ്പെൻസ് വന്നാലും ചെറിയൊരു പൈസ നിങ്ങളുടെ ടാക്സ് അടച്ചാലും അതിന് യാതൊരു തരത്തിലും ബുദ്ധിമുട്ടില്ല. കാരണം നിങ്ങൾക്ക് ഫ്യൂച്ചറിലോട്ട് നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം എന്തെങ്കിലും നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ് വരുമ്പോൾ, ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പാർട്ടിസിപ്പേഷൻ റിക്വയർമെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വലിയ സർട്ടിഫിക്കറ്റായിട്ട് നിങ്ങളുടെ മുന്നിൽ വെക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്കത് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആസ്കിലോട്ട് പോകുന്ന സമയത്തും എൻ്റെ ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻസിന് വേണ്ടി അതിൻ്റെ ട്രാക്ക് റെക്കോർഡാണ്. ലാസ്റ്റ് 5 year IT ഫയൽ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ അവിടെ അത്രയും അക്കൗണ്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ടാക്സും കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു പോകുന്ന ഒരു പേഴ്സൺ എന്നുള്ളത് നമ്മളൊരു ക്രെഡിബിലിറ്റിനെയും നമ്മളുടെ ഒരു ട്രസ്റ്റിനെയും നമ്മുടെ കമ്മിറ്റ്മെൻറ്റിനെയൊക്കെ എൻഷുർ ചെയ്യുന്ന ഒരു റെക്കോർഡാണ്, ഒരു സർട്ടിഫിക്കേഷനാണ്. അതെപ്പോഴും നമുക്ക് ബെനിഫിറ്റ് ചെയ്യും. സോ ഈ പറയുന്ന ആളുകൾ, ഈ എല്ലാ ഇൻഡിവിജ്വൽസും അത് കറക്റ്റ് അക്കൗണ്ടബിൾ ചെയ്ത് പോകണം എന്നുള്ളതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. സോ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന എന്തായാലും നിർബന്ധമായി ഡിസ്കസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഈ ഒരു ടാക്സേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് വെൽത്ത് ക്രിയേഷന് കുറച്ച് റൂൾസാണ്. വെൽത്ത് ക്രിയേഷൻ റൂൾസ് എന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മൾ ഈ ഒരു ബഡ്ജറ്റിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് വെൽത്ത് ക്രിയേഷൻ വരുമ്പോൾ. അത് കൂടാതെ നമുക്ക് കുറച്ചുകൂടി ഡീപ്പ് ഡൗൺ ആയിട്ട് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ്സിനും നമുക്ക് ഇൻ ഫ്യൂച്ചർ എത്ര കാലം കഴിഞ്ഞിട്ട് നമുക്ക് എമൗണ്ട് വരാം, മനസ്സിലായി. ഓക്കെ, അല്ലെങ്കിൽ ആ എമൗണ്ട് വെച്ചിട്ട് എഗെയിൻ ഞാൻ പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിനൊരു ഗോൾ ഉണ്ടായിരിക്കണം. ഗോൾ എന്ന് പറയുന്നത് ലൈക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒരു റൂൾ എന്ന് പറയുന്നത് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ആ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ എൻ്റെ ആ ഗോൾ മീറ്റപ്പ് ചെയ്യാനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറ്റണം. അപ്പോൾ അതാണ് ഈ വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കുറച്ചും കൂടി പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു സ്ട്രാറ്റജിക്കൽ മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ് ആയിരിക്കും. ലൈക്ക് നമ്മളൊരു വെൽത്ത് പ്ലാനിങ്ങും അതിൻ്റെ കോമ്പൗണ്ടിങ്ങും ആ കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെ ആയിരിക്കും. റൈറ്റ്. നെക്സ്റ്റ് വരുന്നത് എല്ലാവർക്കും കുറച്ച് ഇഷ്ടമുള്ള ഒരു കോൺസെപ്റ്റ്, അതായത് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഇൻ ബിസിനസ് എന്നാണ്. അതായത് നമുക്കൊരു ബേസിക് കോൺസെപ്റ്റ് ഉണ്ട്, പണ്ടോട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരുപാട് കാശുള്ള ബിസിനസ് ഭയങ്കര പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആവുന്ന ബിസിനസ് ആണെന്ന്. നമുക്കിപ്പോൾ ലൈക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ടൈപ്പ് എന്താ പറയുക എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉള്ള ഹ്യൂജ് ബിസിനസ്സുകൾ ഇപ്പോൾ കറണ്ട് സിനേരിയോസ് മീൻസ് ലൈക്ക് ബാങ്ക്രപ്സി നടന്നിട്ടുണ്ട്, മനസ്സിലായി. ഒരുപാട് കമ്പനീസ് ഉണ്ട്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാശുള്ള ബിസിനസ് അല്ല സക്സസ് ആവുന്നത്. കറക്റ്റായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെയാണ് ആ ക്യാഷിനെ മാനേജ് ചെയ്യുന്ന ബിസിനസ്സുകളാണ്
ഇവിടെ ഫോക്കസ് ഇവിടെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ അതിന് വേണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർ ടീം തന്നെ നമുക്ക് ഉണ്ടാവണം. ആ കോർ ടീം ഇപ്പോൾ ഇനിഷ്യൽ സ്റ്റേജ് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജുള്ള ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു കോർ ടീമിനെ നമുക്ക് അഡപ്പ് ചെയ്യാൻ പറ്റും. മനസ്സിലായി. ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു CFO അഫോർഡ് ചെയ്യാന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ടീമിന് അഫോർഡ് ചെയ്യാന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു അക്കൗണ്ടന്റെങ്കിലും. അപ്പോൾ അവിടെ അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ബിസിനസ്സിലെ ക്യാപിറ്റൽ മാനേജ്മെന്റ്, സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർച്ചയായിട്ടും ആ ഒരു മൊഡ്യൂൾ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഒന്നാമത് നമ്മൾ ബേസിക് ഫൈനാൻഷ്യൽ റൂൾസ് ഓൾറെഡി പഠിച്ചു വന്നു. പേഴ്സണൽ ഫൈനാൻസിനെ കുറിച്ച് ബോധേഡാണ്, അസറ്റ് ക്ലാസുകളെ കുറിച്ച് ബോധേഡാണ്, അതിൻ്റെ മാനേജ്മെന്റിനെ കുറിച്ച് ബോധേഡാണ്. ഇനി കുറച്ചും കൂടി അവരുടെ നിഷിലോട്ട് വരുന്ന സമയത്ത് അവരുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിൽ അവരുടെ ക്യാപിറ്റലിനെ, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ആയാലും അവരുടെ എക്സ്പെൻസ് ആയാലും അവരുടെ ഇൻകം ആണെങ്കിലും അതിൻ്റെ മീൻസ് അതിൻ്റെ മെട്രിക്സുകളുണ്ട്. ഇപ്പോൾ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റുകൾ, റവന്യൂ, അതിൻ്റെ പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കുറേറ്റ് ചെയ്തിട്ട് അവർക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബെസ്റ്റ് തിങ്. കാരണം ഇനിഷ്യൽ സ്റ്റേജ് തൊട്ടേ അത് ഇനിഷ്യൽ മുതലാളി ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. കാരണം പിന്നീട് ഒരു കാലത്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ ഒരുപാട് പണിയെടുക്കേണ്ടി വരും. ലൈക്ക് നേരത്തെ അത് ചെയ്തു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ റാക്കിൻ്റെ ഒരു കാര്യം അവിടെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ റാക്കിൽ ഓൺബോർഡ് ആവുന്ന പാർട്ട്ണർ ചെയ്യുന്ന വെഞ്ചേഴ്സിനെല്ലാം നമ്മൾ ഇനീഷ്യൽ ഫസ്റ്റ് 1.5 ഇയറിലോട്ടുള്ള അക്കൗണ്ടിങ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ദാറ്റ് ലൈക്ക് ആ ഒരു പ്രോപ്പർ സ്ട്രക്ചർ അതിനുണ്ടായിരിക്കണം എന്നുള്ള ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്പേഴ്സ് ആണ് എപ്പോഴും ബിസിനസ്സിന് ഡിഫൈൻ ചെയ്യുന്നത്. ആ നമ്പേഴ്സ് പ്രോപ്പറായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ബിസിനസ് ഓഫ് കോഴ്സ് ഒരു സിനാരിയോ വരെ സ്കെയിൽ ചെയ്യാനോ അതിലപ്പുറത്തോട്ട് സ്കെയിൽ ചെയ്യുമ്പോൾ അതിന് ഫെയിലിയറിലോട്ട് പോകാനൊക്കെയുള്ള ചാൻസസ് വെരി ഹൈ ആണ്. അതെ. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഫൈനൽ സെക്ഷനിലോട്ട് വരികയാണ്. ഫൈനൽ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി. ലൈക്ക് ഒരു ഇനിഷ്യൽ സ്റ്റേജ് ഒരു ഫണ്ട് വന്നു കഴിഞ്ഞാൽ ഫണ്ട് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, എങ്ങനെ സേവ് ചെയ്യണം, അതിനെങ്ങനെ ഗ്രോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി കുറച്ച് ടെക്നിക്കൽ വേസിലോട്ട് പോകുമ്പോൾ ഇവിടെയാണ് നമ്മുടെ കമ്പനി തന്നെ, അതായത് റോയൽ അക്കാഡമി തന്നെ ഡെവലപ്പ് ചെയ്ത സ്ട്രാറ്റജീസ്. ഓക്കെ, ആ സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലോങ് ടേമിലേക്കും ഷോർട്ട് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അത് ലൈക്ക് അതിൽ കോമ്പൗണ്ടിങ് എഫക്റ്റ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് സിറ്റ് ബാക്ക് എന്നുള്ളൊരു മോഡ് എന്നുള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടി ഹാസൽ ഫ്രീ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ എന്നാൽ അതിൽ പേഷ്യൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള രീതിയിൽ എൻട്രീസ് ആൻഡ് എക്സിറ്റ്സ്, അതായത് ഐ തിങ്ക് ഞാൻ ആ സ്ട്രാറ്റജിയിൽ നോക്കിയ സമയത്ത് അതിൽ വലിയൊരു പ്ലസ് കണ്ടത് പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കുന്നത്. ഞാൻ ലാസ്റ്റ് 1-2 years ആയിട്ട് അത് ഫോളോ ചെയ്യുന്നതും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഡ്രോ ഡൗൺ സിനാരിയോസിൽ പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് കാണുന്നില്ല. പ്രോഫിറ്റിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. അതല്ലാത്ത സിറ്റുവേഷൻസിൽ നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്ത് പോകാൻ, ലൈക്ക് കട്ട് യുവർ ലോസസ് ആൻഡ് റൺ യുവർ വിന്നേഴ്സ് എന്നുള്ളതാണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എനിക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം. അപ്പോൾ ലോങ് റണ്ണിലോട്ട് നോക്കുമ്പോൾ ഒരു വലിയ ട്രഷർ വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ട് പോസിബിൾ ആണ് ശരിക്കും. പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റോക്സിൽ അത് പോസിബിൾ ആവാന്ന് പറയുന്നത് ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് ആ ഒരു പെർസ്പെക്റ്റീവിൽ എടുക്കുന്ന ആളുകൾക്ക് അവിടെ ഈ കോമ്പൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് കാണാൻ പറ്റി. കാരണം ആ സ്ട്രാറ്റജി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിലൊരു ദിവസത്തിൽ ഒരു 5 minute പോലും ചിലവാക്കേണ്ടി വരുന്നില്ല എന്നുള്ള വലിയൊരു പ്ലസ് പോയിന്റാണ്. കാരണം ജസ്റ്റ് മോണിറ്റർ ചെയ്താൽ മതി. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു എക്സിറ്റ് ഒരു എൻട്രി ഒരു വരുന്നുള്ളൂ. അത് എല്ലാ ദിവസവും ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ആ ഒരു പെർട്ടിക്കുലർ മെട്രിക്സ് മീറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്ത സത്യം എല്ലാവർക്കും വേണ്ടിയാണ്. ആയിക്കോട്ടെ, അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. കാരണം ഇപ്പോൾ 9 to 3 എന്നുള്ള മാർക്കറ്റ് ടൈം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും അതിലെനിക്ക് തോന്നുന്നു ഒരു ലഞ്ച് ബ്രേക്ക് സമയത്ത് ഒരു ഫ്രീ ആവുന്ന സമയത്ത് ഒരു 10 minute മോണിറ്റർ ചെയ്യേണ്ട സിറ്റുവേഷൻ ശരിക്കും ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹ്യൂജ് നെറ്റ്വർത്ത് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ഇൻകം ജനറേഷനും ഒരു വെൽത്ത് ക്രിയേഷനും ശരിക്കും മാർക്കറ്റിൽ ഹാസൽ ഫ്രീ ആയിട്ട് പോസിബിൾ ആണ്. അത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ റിസ്ക് മാനേജ്മെൻറ്റും പെർസെൻറ്റേജും എല്ലാം ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈസിലി അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനും ബാക്കി ഒരു എമൗണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ ഒരു വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കോമ്പൗണ്ടിങ് എഫക്റ്റ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് അതിനെ കാണാൻ പറ്റും. അതായത് നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ പെർ മന്ത് ഡിവിഡൻഡ് കൊടുക്കുന്നത്, അതായത് ഓരോ ആനുവൽ ഇയർ കൂടുമ്പോഴും പെർ മന്ത് ഡിവിഡൻഡ് കൊടുക്കുന്ന സ്റ്റോക്സുകൾ, ഇത് ബേസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതായത് ജസ്റ്റ് ഒരു സ്ട്രാറ്റജി മാത്രമല്ല, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ആ ഇൻവെസ്റ്റ്മെന്റിൽ എങ്ങനെ കോമ്പൗണ്ടിങ് എഫക്റ്റ് ആഡ് ആക്കണം, ആ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് നമുക്ക് ഓരോ ഇയർ എപ്പോൾ എൻട്രി ചെയ്യണം എപ്പോൾ എക്സിറ്റ് ചെയ്യണം എന്നുള്ള വെൽ ഡിഫൈൻഡ് ആണ്, എല്ലാം വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. സോ ഐ തിങ്ക് ഇപ്പോൾ റോയൽ അക്കാദമീൻ്റെ ഒരു മോട്ടോ ക്ലിയർ ആണ്. അതിൻ്റെ വിഷൻ്റെ ഒരു വലിയ സ്റ്റേജിലോട്ട് നമ്മൾ മൂവ് ചെയ്യാണ്. കുറച്ചും കൂടി നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് കുറച്ചൊരു നീഷ് ഫോക്കസ്ഡ് ആണെങ്കിൽ ഇന്ന് നമ്മൾ ലാർജ് സ്കെയിൽ ഓഡിയൻസിലോട്ട് അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ വോളിയമിലോട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു എസെൻഷ്യൽ സ്കില്ലിനെ എംപവർ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു മോട്ടോ വെച്ച് നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾസ് അല്ലെങ്കിൽ ഒരു ലേണിംഗ് കർവ്, നമ്മൾ ലേണിംഗ് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ആളുകളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പോവാണ് സൂൺ ആസ് പോസിബിൾ നമ്മളുടെ ആപ്പിലൂടെ നമ്മളുടെ വെബ്സൈറ്റിലൂടെയൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ മുന്നിൽ നമ്മൾ നിൽക്കുകയാണ്.
ഇനി കുറച്ചും കൂടി നമ്മളിതിനെ ഓപ്പണായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഐ തിങ്ക് എനിക്കിതിൽ കുറേ കാര്യങ്ങൾ കണക്റ്റായി. കാരണം ഞാൻ കൂടുതൽ സംസാരിക്കാതിരുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഐ തിങ്ക് മൊഡ്യൂൾസ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആളുകൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുക എന്നുള്ളതുകൊണ്ടാണ് ക്ലാരിറ്റിയിൽ സംസാരിച്ചു പോയത്. ഇന്ന് നമ്മൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആയിക്കോട്ടെ, ഒരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ ആയിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പോക്കറ്റ് മണി ഏൺ ചെയ്ത് തുടങ്ങുന്നത് തൊട്ട് കയ്യിൽ പൈസ വരുന്നത് തുടങ്ങുന്ന ഒരു സാഹചര്യം തൊട്ട് അത് കൃത്യമായി മാനേജ് ചെയ്യാത്തത് കൊണ്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും അതായത് ഒരു സമയത്ത് നല്ല രീതിക്ക് വെൽത്തി റിച്ച് ആയിട്ട് നിന്നിരുന്ന ആളുകൾ പിന്നീട് ക്രൈസിസിൽ പോയിട്ടുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ ക്രൈസിസിൽ നിന്ന് സസ്റ്റെയിൻ ചെയ്ത് സർവൈവ് ചെയ്ത് വരാൻ പറ്റാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകളുണ്ട്. ഒരു ബാലൻസ്ഡ് അപ്രോച്ചിൽ ഏത് സമയവും സിറ്റുവേഷനിൽ പോകാമെന്ന് വലിയൊരു ലാർജ് സ്കെയിൽ അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട്. അതെ, ജെൻസി എന്നുള്ള പറയുന്ന ഒരു ക്രൗഡ് വരുന്നുണ്ട്. കാരണം അവിടെ സ്വാഭാവികമായിട്ടും ഫൈനാൻഷ്യൽസിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു ക്രൗഡാണ്. ലൈക്ക് അവരുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ഒരുപാട് ഉണ്ടായിരിക്കും, ക്രെഡിറ്റ് കാർഡ് റൂളിങ്, അല്ലെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ് എടുത്ത് തുടങ്ങുക, അല്ലെങ്കിൽ അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ലാസ്റ്റ് ഒരു 2-3 years ഓഫ് പീരീഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരാൾക്കൊരു ലോൺ കിട്ടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് വീക്കിലൊരു ന്യൂസ് കേട്ടു, പബ്ലിക്കലി റിനോവ്ഡ് ആയിട്ടൊരു പേഴ്സണാണ്, ഒരു യൂത്ത് ഒരു പയ്യനാണ്, കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനാണ്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ളൊരു പയ്യനാണ്. ആൾ എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിൽ അറൗണ്ട് 150K ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു പേഴ്സൺ, ഒരു എന്താ പറയുക യുവാക്കളുടെ ശബ്ദം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു വെച്ചിരുന്നൊരു പേഴ്സണാണ്. ആൾ കഴിഞ്ഞ ആഴ്ച സൂസൈഡ് ചെയ്തു. അതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അന്വേഷിച്ച സമയത്ത് ആളൊരു പേഴ്സണൽ ലോൺ എടുക്കുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് ഓൺലൈൻ ലോൺ എടുത്തിരുന്നു. അവരൊരുപാട് ടോർച്ചർ ചെയ്തു, അവരൊരുപാട് ബുദ്ധിമുട്ടാക്കി, മാനസികമായിട്ട് ബുദ്ധിമുട്ടാക്കി, വീട്ടിലൊക്കെ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. അതിൻ്റെ പേരിൽ ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ കാരണം ആൾ പെട്ടെന്ന് സൂസൈഡ് എന്ന സിറ്റുവേഷൻ. അതായത് ഒന്ന് ചിന്തിച്ച് നോക്കണം, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഭാഗമായിട്ടുള്ള ഒരാളെന്ന് പറയുമ്പോൾ അത്രത്തോളം ആൾ റിഗ്രറ്റ്സും റിജക്ഷൻസും ഫേസ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും. തീർച്ചയായിട്ടും അല്ലേ? അപ്പം അയാൾക്ക് പോലും മെൻ്റലി അയാൾക്കൊരു പോയിന്റിൽ അത് സിറ്റുവേഷൻ ഉണ്ടായി എന്ന് പറയുമ്പോൾ, ഓഫ്കോഴ്സ് നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പോലും ഇത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് എമോഷണലി അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുന്നു, അവരതിൽ ബ്രേക്ക് ഡൗൺ ആവുന്ന സിറ്റുവേഷൻസ് വരുന്നു. അത്തരം വലിയൊരു പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അത്തരം വലിയൊരു പ്രശ്നത്തിലോട്ട് ആളുകൾ പോവാതിരിക്കാനുള്ള വലിയൊരു പ്രിക്വേഷനാണ്, അല്ലെങ്കിൽ പോയിട്ടുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയൊരു മിഷനാണ് നമ്മൾ റോയൽ അക്കാദമിയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കോർ എലമെൻ്റ് എന്ന് പറയുന്നത്. മോർ ദാൻ അവർ ഈ പറയുന്ന ഇൻകം ജനറേറ്റ് ചെയ്യുക, അത് മാനേജ് ചെയ്യുക, വെൽത്ത് ക്രിയേഷൻ എന്നതിലോട്ടൊക്കെ അപ്പുറത്തോട്ട് ഇതിൻ്റെ ഒരു നിർബന്ധിതാവസ്ഥയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് അവിടെയാണ്. ഇപ്പോൾ ഈവൻ ജനറേഷനാണെങ്കിലും, ഈവൻ ജനറേഷൻ ജെൻസി എന്നുള്ളത് മാറ്റി നിർത്തിയാൽ പോലും അവർ കണ്ടുപഠിക്കേണ്ട ആൾക്കാരാണ്. ഈ ജെൻസീനെ നമ്മളൊരു പോയിന്റിൽ വരെ പറയുന്ന സമയത്ത് അവർക്ക് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് നമ്മൾ കൊടുത്തോ എന്നുള്ളതും കൂടി അവിടെ ഒരു ചോദ്യമാണ്. അത് നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. സോ അത് നമുക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ളതും കൂടിയാണ്. അതും കൂടിയാണ് നമ്മുടെ ഈ ഡിവിഷൻ്റെ ഭാഗമായിട്ടുള്ളത്. സോ ഈ പറഞ്ഞ എൽഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ, നമ്മളെ മുന്നേ വന്നിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ വീട്ടിൽ പോക്കറ്റ് മണി കിട്ടുന്ന സമയത്ത് നമ്മളെ കയ്യിൽ അത് വാങ്ങി വെക്കും, നമ്മളെ കയ്യിൽ വെച്ച് ചിലവായി പോകും. ഇങ്ങനെ പഠിപ്പിച്ചു പോകുന്ന പറഞ്ഞാൽ ഒരിക്കലും അതെന്ത് ചെയ്യില്ല, അതൊരിക്കലും ഫീസിബിൾ ആയിട്ടുള്ള വരില്ല. നേരെ മറിച്ച് ആ പോക്കറ്റ് മണി അക്കൗണ്ടബിൾ ആക്കി കീപ്പ് ചെയ്യുക, അവരുടെ കയ്യിലൊരു ഡയറി വെക്കുക, അതിൻ്റെ അകത്ത് അവർക്ക് കിട്ടിയിട്ടുള്ള കറക്റ്റ് അക്കൗണ്ട് ചെയ്യുക, അതിൽ നിന്ന് അവർ ഓരോ പൈസ ചിലവാക്കുമ്പോഴും അത് ആ ഡയറിയിൽ എഴുതാൻ പറയാം, അത് നിങ്ങൾ ജസ്റ്റ് മോണിറ്റർ ചെയ്യുക. അപ്പോൾ അവിടെ അവർക്ക് മനസ്സിലാവാൻ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ പൈസ ചിലവാക്കാൻ പാടുള്ളൂ. എൻ്റെ കയ്യിൽ ഇത്ര രൂപ ഉണ്ടെന്നുള്ളത് പാരൻസിന് അറിയാം, ഇതിൽ ഞാൻ എന്തിന് ചിലവാക്കുന്നുള്ളത് അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നല്ല കാര്യങ്ങൾക്ക് ചിലവാക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് ആ ഒരു മണി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ, അതിൻ്റെ ഒരു മൂല്യം എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാണ്. മണി വാല്യൂ മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എക്സ്പെൻസ് കറക്റ്റ് മോണിറ്റർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓഫ് കോഴ്സ്. അപ്പോൾ അത്രയെങ്കിലും ചെയ്യാൻ പറ്റിയാൽ, ഇപ്പോൾ നമ്മൾക്ക് ഒരു 5ാം ക്ലാസ് തൊട്ടെങ്കിലും പോക്കറ്റ് മണി കിട്ടുന്ന കുട്ടികളുണ്ടാവും, അതിനും താഴെ കിട്ടുന്ന കുട്ടികളുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികളൊക്കെ സേവിങ്സ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷേ ഈവൻ ദോ ആ സേവിങ്സ് ഒറ്റയടിക്ക് സ്പെൻഡ് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻസ് ആണ്. പക്ഷേ നേരെ വിളിച്ച് അവർ കിട്ടുന്ന കാര്യങ്ങൾ ഒരു ഡയറി കീപ്പ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ബുക്ക് കീപ്പ് ചെയ്തിട്ട് അതിൽ ഓരോന്നും എഴുതി വെച്ച് പോവുക. അതിൽ നിന്ന് ₹1 അവർ ചിലവാക്കുന്നുണ്ടെങ്കിൽ അത് എഴുതി വെച്ച് പോവുക. അപ്പോൾ അവർക്ക് തന്നെ അറിയാം അവർക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്, എത്ര രൂപ അവർ ചിലവാക്കിയിട്ടുണ്ട്, എത്ര രൂപ അവരുടെ കയ്യിൽ ബാക്കിയുണ്ട്. അപ്പോൾ അവർക്കൊരു ഗോൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനുണ്ടാവും, അവർക്ക് എന്തെങ്കിലും ചെറിയ സംഗതികൾ വാങ്ങാനുണ്ടാവും. പണ്ടൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ സൈക്കിൾ വാങ്ങാനുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പല രീതിയിലുള്ള ആഗ്രഹങ്ങളായിരിക്കും, ടാബ്ലറ്റ് വാങ്ങാനുണ്ടാവും, മൊബൈൽ വാങ്ങാനുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതെന്താണ് അവരുടെ ഗോൾ, ആ ഗോളിലോട്ടുള്ള ഒരു പ്ലാനിങ് അവർ തുടങ്ങും, ഓട്ടോമാറ്റിക്കലി തുടങ്ങും. അപ്പോൾ അതിനുള്ള ഒരു ഐഡിയ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, അതിനെ മോണിറ്റർ ചെയ്ത് അതിനൊരു ഫിയർ ആയിട്ടുള്ള സംഗതിയല്ല, ഇത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യമുള്ളൂ, അതിനെങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത് ആ ജനറേഷൻ നമ്മൾ വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ജനറേഷൻ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന സിറ്റുവേഷൻസാണ്. കാരണം അവരുടെ പൈസ ചിലവാക്കേണ്ടത് എവിടെയാണ് എന്നത് അവർക്ക് അറിയില്ല, ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ പല രീതിയിൽ അവർ ചിലവാക്കുന്നു. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവർക്ക് പൈസ കിട്ടുക എന്നുള്ളത് ആവശ്യമായിട്ട് മാറുന്നു, അത്യാവശ്യമായിട്ട് മാറുന്നു, അനാവശ്യമായിട്ട് മാറുന്നു. അപ്പോൾ അവർ പല രീതിയിൽ പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കും, പല ബുദ്ധിമുട്ടുകളായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ അവർ ഈവൻ അവർക്ക് ഇത്രയും ഫൈനാൻഷ്യൽ ബേർഡൻ ഉണ്ടെന്ന് ഫാമിലി അറിയാത്ത സിറ്റുവേഷൻ
സിറ്റുവേഷൻ കൂടെ വരും. അതെ, ഇതൊക്കെ അതിൻ്റെ സിറ്റുവേഷൻ വരുന്നതാണ്. അതായത് പൊതുവെ പുറമേ നോക്കുമ്പോൾ അവർക്ക് നല്ല ജോലിയുണ്ട്, നല്ല രീതിക്ക് അതിനപ്പുറത്തോട്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ ഫൈനാൻഷ്യലി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ഫാമിലിയിൽ ഒരു 5 പേരുള്ള ഫാമിലി അല്ലെങ്കിൽ 10 പേരുള്ള ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഡൈനിങ് ടേബിളിൽ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവരുടെ ഫൈനാൻഷ്യൽസിനെ കുറിച്ച് ഇവർ സംസാരിക്കണം എന്നുള്ളതാണ്. അത് സംസാരിച്ചില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മളെ വെരി ക്ലോസ്ലി നമ്മളെ കൂടെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ അറിയാൻ വേണ്ടി പറ്റില്ല. അവിടെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും. കാരണം നമ്മൾ ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ പറയുന്നുണ്ടാവും. ഒന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ചെറിയൊരു കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, തീർച്ചയായിട്ടും കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതിൻ്റെ മുന്നേ നമ്മളത് ചെയ്തില്ല എന്നുള്ളതാണ്, നമ്മൾ കെയർ ചെയ്തില്ല, അത് നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളത് നമ്മളുടെയും കൂടെ ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉത്തരവാദിത്തമായിരുന്നു എന്നുള്ളതാണ്. സോ അത്തരത്തിൽ നമ്മളെപ്പോഴും ഇതിൻ്റെ ഫൈനാൻഷ്യൽ വെൽബീയിങ്സും അത് മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ ഒരുപാട് ആളുകളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൺസേൺഡ് ആയിരിക്കണം. നമ്മൾ ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്നതിനൊരു പേർപ്പസ് ഉണ്ട്. ലാസ്റ്റ് ഡേ ഞാൻ ഗവർണറുമായിട്ടുള്ളൊരു വേദിയിൽ സംസാരിച്ച സമയത്തും ഗവർണർ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ നമ്മളെല്ലാം ആനിമൽസാണ്. അതിൽ മനുഷ്യന് മാത്രം പ്രത്യേകതകളുണ്ട്. മനുഷ്യൻ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതെന്ന് പറയുന്നത് ഭൂമിയിലോട്ട് നമ്മളെ ദൈവം അയച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഗോഡ് അയച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് അതിനൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് ഡിഫൈൻ ചെയ്ത് നമ്മളുടെ ആക്റ്റിലൂടെയാണ്. നമ്മൾ ആ എന്ത് പർപ്പസിന് വേണ്ടിയാണ് നമ്മളിവിടെ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഈ സൊസൈറ്റീനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ മൃഗങ്ങളാക്കിയാൽ മതിയായിരുന്നു നമ്മളെ, മൃഗങ്ങളെ പോലെ ഒരു സിസ്റ്റത്തിൽ നമ്മളെയും ഡ്രൈവ് ചെയ്യാമായിരുന്നു. പക്ഷേ അവിടെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുള്ള, ഒരുപാട് കഴിവുകൾ തന്നിട്ടുള്ളത് ഈ സൊസൈറ്റീനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സൊസൈറ്റിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് പർപ്പസ് ഉണ്ട്. ഈ സൊസൈറ്റിയോട് നമുക്ക് ഒരുപാട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതിൽ ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന ഫൈനാൻഷ്യൽസും, അതിലുള്ള ബോധവൽക്കരണവും, അതിലുള്ള അവയർനെസ്സും, അതിലുള്ള എഡ്യൂക്കേഷനും, അതിലുള്ള റിസോഴ്സസും, അതിനനുസരിച്ചുള്ള മാനേജ്മെൻ്റ് എല്ലാം. സോ അതുതന്നെയാണ് നമ്മളുടെ ഇതിൻ്റെ ഒരു ക്ലിയർ മോട്ടോ എന്ന് തോന്നുന്നു എനിക്ക്. നമ്മൾ അതിൻ്റെ കൺക്ലൂഷനിലോട്ട് പോകുന്ന സമയത്ത് ഇനിയിപ്പോൾ റോയൽ അക്കാദമിയുടെ പുതിയൊരു ഫേസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയും ഈ നമ്മളുടെ ഈ ഒരു കംപ്ലീറ്റ് ലേണിംഗ് ഡെവലപ്മെൻറ്റ് കോഴ്സ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലായിട്ടുള്ള രീതിയിൽ വെൽത്ത് മാനേജ് ചെയ്യുന്നതിലോട്ട് ഇൻകം ഏൺ ചെയ്യാനും, ഇൻകം ഏൺ ചെയ്യുന്നതിന് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനും, എല്ലാ ആളുകൾക്കും ഒരു എസെൻഷ്യൽ മാനേജ്മെൻറ്റ് സ്കിൽ എന്നുള്ള, മണി മാനേജ്മെൻറ്റ് സ്കിൽ എന്നുള്ള രീതിയിൽ പഠിക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോം. അത് മോർ ദാൻ എ കോഴ്സ്, അവിടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഗ്യാതറിങ്സും മീറ്റിംഗ്സും ഒരു കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിലൊരു ലേണിംഗ് സിസ്റ്റം, വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, അതെ, ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു കണ്ടിന്യൂസ് ലേണറാണ്. അതാണ് ഞാനതിൽ കണ്ട പ്ലസ്. ഒരു വൺസ് ഇൻ ആയിക്കഴിഞ്ഞാൽ അവർ ഒരു കണ്ടിന്യൂസ് ലേണറാണ്, ഓൾവേസ് ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരു ഫൈനാൻഷ്യൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് എപ്പോഴും അവർക്ക് സമീപിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ നമുക്ക് റോയൽ അക്കാദമിയെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. അതിന് എല്ലാവിധ വിശ്വാസം ഞാൻ നേരുന്നു. എല്ലാവിധ സപ്പോർട്ടും റാക്കിൻ്റെ സൈഡിൽ നിന്നും ആൻഡ് ഓൾസോ റോയൽ അക്കാദമിയുടെ ഒരു ടീം മെമ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുമിച്ച് നമ്മൾ ഈ ഒരു വിഷനിലോട്ട് നമുക്ക് എത്താൻ പറ്റണം. എത്തിക്കുകയും നമ്മൾ ചെയ്യും. അത് ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് നമുക്കിതിൽ പറഞ്ഞു വെക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.